പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് ഞങ്ങൾക്കാരോട് കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിവാഹ ഒരുക്ക കോഴ്സിന്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. വളരെ ചെറിയ ഹ്രസ്വമായ ഒരു കാലഘട്ടമാണ് ഞങ്ങൾക്ക് ഒരുങ്ങാനായി അവിടുന്ന് തന്നത്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും കുറച്ച് ക്ലാസ്സുകളൊക്കെയാണ് ഞങ്ങൾ കേൾക്കുകയും ചെയ്തത്. നല്ല ഈശോയെ, അവിടുന്നാണ് ഞങ്ങളെ ഒരുക്കേണ്ടത്. അവിടുന്ന് ഒരുക്കിയാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരുക്കപ്പെട്ടവരായി മാറും. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. നല്ല ദൈവമേ, നല്ല ശ്രദ്ധയും ഏകാഗ്രതയും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുറവുകൾ കൂടാതെ വിവാഹത്തിനൊരുങ്ങുന്നവരാകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ആന്തരികമായ സന്തോഷവും സമാധാനവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. നല്ല ഈശോയെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തോടെയാണ് ചെലവഴിച്ചിരുന്നത്. ഓരോ ക്ലാസ്സും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള വ്യക്തതയും ബോധ്യങ്ങളും ലഭിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നീ ദിവസത്തിലേക്കും ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, വലിയ സംതൃപ്തിയും അങ്ങയോട് നന്ദിയുമുണ്ട്. കർത്താവെ, അവിടുന്നാണല്ലോ പരിശുദ്ധ സഭയിൽ ഞങ്ങളെ ഒരുക്കുന്നത്. ശ്രദ്ധയോടുകൂടെ വിവാഹ ജീവിതം നയിക്കാനുള്ള കൃപ അവിടുന്നാണല്ലോ ഞങ്ങൾക്ക് തരുന്നത്. അങ്ങയുടെ കാരുണ്യത്തെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർന്നുള്ള മണിക്കൂറിൽ ഞങ്ങൾ സ്വീകരിക്കാനിരിക്കുന്ന വിവാഹം എന്ന കൂദാശയുടെ പരികർമ്മത്തിലേക്ക്, അതേക്കുറിച്ചുള്ള പഠനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. നല്ല ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം പരികർമ്മം ചെയ്യപ്പെടുന്ന കൂദാശയാണത്. അതിലെന്തൊക്കെ സംഭവിക്കുന്നുവെന്നും എന്തൊക്കെയാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നതെന്നും ഞങ്ങൾ അറിയണം. ഞങ്ങളതറിയാത്ത പക്ഷം ഞങ്ങളുടെ ആത്മാവിൽ സ്പർശിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കടന്നു പോകും. കർത്താവെ, നല്ല ശ്രദ്ധയോടെ ഇതിൽ പങ്കെടുക്കാനുള്ള കൃപ തരണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ശംസിഹായിക്ക് സുഖായിരിക്കുന്നു. അല്ല, നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തോ? ആണോ? രാത്രിയിലെ കുമ്പസാരമൊക്കെ സ്വപ്നം കണ്ടോ? രാത്രിയിൽ വേറെ എന്തെല്ലാം സ്വപ്നം കാണാൻ കിടക്കുന്നു അല്ലേ? അന്നേരമാണ് നമ്മള് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആ വിഷയം ഞാൻ അതിൽ എഴുതി വിട്ടിട്ടുണ്ട്. സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്, അല്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ മാത്രമേ കാണാവുള്ളൂ, എന്നെയും കാണാമോ? രണ്ടും കാണാം. മതി. നോക്ക, സ്ക്രീനിൽ എന്തെന്ന് എഴുതിയേക്കുന്നത് വായിച്ചേ. Liturgy of marriage. ലിറ്റർജി ഓഫ് മാരേജ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലിറ്റർജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരാധനാക്രമം എന്നാണ് ലിറ്റർജി എന്ന വാക്കിന്റെ അർത്ഥം. എഴുതി വെച്ചു. ഇതെല്ലാം പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വരാവുള്ളൂ കേട്ടോ. കാരണം കണ്ടമാനം പാടുപെട്ട, ബസ്സൊന്നും ഇല്ലാത്ത കാലത്താണ് നിങ്ങൾ വരുന്നതെന്ന് ഓർത്തിട്ട് വേണം വരാൻ. മറ്റേ വീണ്ടും തിരിച്ചു പോകേണ്ടിയൊക്കെ വരുമ്പോ ഉണ്ടാകുന്ന സങ്കടം നിങ്ങൾ ഓർത്ത് നോക്കി. ആ അച്ഛനും സിസ്റ്ററും എന്നോട് എന്നെല്ലാം ചോദ്യം ചോദിച്ചത്, മനുഷ്യൻ ക്ലാസ്സിൽ പോലും പറയാത്ത കാര്യങ്ങളാ ചോദിച്ചത്, അതുകൊണ്ടാ എനിക്ക് പറയാൻ പറ്റാതെ വന്നതെന്നൊന്നും പറഞ്ഞിട്ട് പോയേക്കരുത്. ഈ അച്ഛനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ചിലരും ഈ കൂട്ടത്തിൽ കാണാൻ സാധ്യതയുണ്ട്. നോക്കെ, ലിറ്റർജി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ആരാധനാക്രമം എന്നാണ്. എന്താണ് ലിറ്റർജിക്കകത്തുള്ളത്? നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമ്മൾ ആരാധനാക്രമം എന്ന് വിളിക്കാറില്ല. സഭയിൽ 3 ഗ്രേഡിലുള്ള പ്രാർത്ഥനകളുണ്ട്. അറിയോ നിങ്ങൾക്ക്? അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
തിരുസഭയിൽ 3 ഗ്രേഡിലുള്ള 3 തലത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? ആരെങ്കിലും നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഉണ്ടില്ലെങ്കിൽ ഉണ്ടില്ല എന്നും പറ. ഇല്ല. ഇല്ല. ആദ്യത്തെ ഗണം ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനാക്രമ പ്രാർത്ഥനകളാണ്. അവയിൽ എന്തൊക്കെയുണ്ട്? അവയിൽ കൂദാശകളാണ് പ്രധാനമായും ഉള്ളത്. 7 കൂദാശകൾ. വിശുദ്ധ കുർബാന പുസ്തകത്തിന് പുറത്ത് ആരാധനാക്രമം എന്ന് എഴുതി കണ്ടിട്ടില്ലേ? അതെന്താന്നായിരിക്കും ആലോചിക്കുന്നത്. പള്ളിയിൽ ചെല്ലുവാണെങ്കിൽ അവിടെ കുർബാനയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഓരോ പുസ്തകം പിടിച്ച് കണ്ടിട്ടില്ലേ നിങ്ങൾ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത്? ആ പുസ്തകത്തിന്റെ പുറത്ത് എന്താന്ന് എഴുതി വെച്ചേക്കുന്നത്? സ്വന്തമായിട്ടൊരു കുർബാന പുസ്തകം ഉള്ളവരുന്ന് കൈ കാണിച്ചേനെ. അറിയാനുള്ള കൗതുകം കൊണ്ടാ. ആകെ ഇച്ചിരി ഉള്ളല്ലേ. തിന്നോ നീ അത്? എന്നൊക്കെ ആരാധന 7 കൂദാശകളുടെയും കർമ്മക്രമം ആരാധനാക്രമമാണ്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണത്. ഇനി അതിന് കൂടെ ചേർന്നാണ് യാമപ്രാർത്ഥനകൾ. യാമപ്രാർത്ഥന എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ വികാരിച്ചന്റെ മുറിയിൽ പള്ളിയിലൊക്കെ ചെല്ലുവാണെങ്കിൽ അച്ഛൻ മുട്ടുകുത്തുന്ന സ്ഥലത്ത് ബൈബിളിനെ പോലത്തെ കുഞ്ഞൊരു പുസ്തകം, അതുപോലത്തെ ഒരു കട്ടിയുള്ള പുസ്തകം കൂടി ഇരിക്കുന്നുണ്ടോ? ചുമ്മാ ഒരു ദിവസം കയറി നോക്ക്. അച്ഛന്റെ യാമപ്രാർത്ഥന പുസ്തകം ഇവിടെ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്ക്. അപ്പൊ അവിടെ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ടാവും. അതിൽ യാമപ്രാർത്ഥന എന്ന് എഴുതിയിട്ടുണ്ടാവും. യാമപ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നതാണ്. പ്രധാനമായും മൊത്തത്തിൽ 7 യാമങ്ങൾ പ്രാർത്ഥനയുണ്ട്. അതിൽ 3 യാമങ്ങളിലെ പ്രാർത്ഥനയാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് എപ്പോഴും അച്ഛന്മാർ ചെല്ലാറുള്ളത്. പ്രഭാതത്തിലെ ചില പള്ളികളിലൊക്കെ പ്രഭാത പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗം ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ സായാഹ്ന ബലി എന്ന് വിളിക്കപ്പെടുന്ന റംശ, രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് സപ്ര എന്നാ പറയുന്നത്. മൂന്നാമത്തേത് രാത്രി പ്രാർത്ഥന അഥവാ ലലിയ. എല്ലാവരും ഈ 3 പ്രാർത്ഥനയും ചെല്ലേണ്ടവരാണ്. സന്യാസിമാർ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനകൾ ചെല്ലാൻ കടപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ചെല്ലേണ്ടതാണ്. അപ്പം ഈ യാമപ്രാർത്ഥനകളും കൂദാശകളും കൂദാശാനുകരണങ്ങളും അതിന്റെ കൂട്ടത്തിൽപ്പെടും ചിലത്. അതും ആണ് ഈ ആരാധനാക്രമത്തിനകത്തുള്ളത്. കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധ കുർബാനയും കൂദാശകളും യാമപ്രാർത്ഥനയുമാണ് ആരാധനാക്രമത്തിന്റെ ഭാഗം. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പ്രാർത്ഥിക്കുന്ന ഒരാൾ അയാളല്ല പ്രാർത്ഥിക്കുന്നത്, തിരുസഭയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ് ഇതിന്റെ പ്രത്യേകത? എനിക്കോ എഴുതി വെച്ചു. ആരാധനാക്രമത്തിന്റെ പ്രത്യേകത എന്താണ്? അഥവാ യാമപ്രാർത്ഥനയും കുദാശകളും ഇവയുടെ പ്രത്യേകത എന്താണ്? അതിൽ പങ്കെടുക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാളല്ല പ്രാർത്ഥിക്കുന്നത്, പകരം സഭയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ്. ഒഫീഷ്യൽ പ്രേയേഴ്സ് ഓഫ് ദ ചർച്ച്. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ സഭയാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി പറഞ്ഞേ, സഭ എന്താണ്? ബൈബിൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? സഭ എന്താണ്? ദൈവജനം പാറമേൽ പണയപ്പെട്ട എന്താണെന്ന് ചോദിച്ചേ. സഭ എന്താണ്? വിശ്വാസികളുടെ സമൂഹമാണ്. അപ്പൊ വിശ്വാസികളുടെ സമൂഹം അല്ല സഭയാണ്. മുസ്ലിംസ് അവർ വിശ്വാസമുണ്ട്, അവർ സമൂഹമാണ്, സഭയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം സഭയാണ്. പെന്തക്കോസ്തുകാർ അവർ സഭയാണ്, അവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. അത് ആലങ്കാരികമായി ശരിയാണ്. അതാരാ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? സഭ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതെന്ത് കഷ്ടമാണ്, നിങ്ങൾക്ക് ഇതറിയാൻ പറ്റില്ല, മഹാമോശമായി പോയിട്ടോ. നിങ്ങളുടെ വിവാഹത്തിന് വായിക്കുന്ന ലേഖനഭാഗം നമുക്ക് എടുക്കാം. ആദ്യം എഫെസോസുകാർക്ക് ഏത് ലേഖനം? ഒരു അടയാളം വെച്ചോടെ നമുക്ക് ഇന്ന് വായിക്കണം. എഫെസോസ് ലേഖനം 5-ാം അധ്യായം. ഞാൻ തപ്പിയെടുക്കുക, എനിക്ക് കിട്ടുന്നേക്കാൾ മുമ്പ് തപ്പിയെടുക്കുന്നത്. ഗലേത്തി കഴിഞ്ഞിട്ടാണ് എഫെസോസ്. പഴയ നിയമത്തിൽ തപ്പണ്ട, പുതിയ നിയമത്തിലാണ്. എഫെസോസ് 5:22. ശീഘ്രം തപ്പ്. കല്യാണത്തിന് ബൈബിളൊക്കെ മേടിച്ചോ? കല്യാണത്തിന് ബൈബിൾ മേടിച്ചോട്ടെ, കൈ കാണിച്ച്. ഉടുപ്പ് സ്വർണം മേടിച്ചോട്ട് കൈ കാണിച്ച്. ആവശ്യമുള്ളതൊന്നും മേടിക്കരുത്. ബൈബിൾ നേരത്തെ കയ്യിലുണ്ട്. ഓ, പണ്ടത്തെ ഉണ്ടായിരുന്നു. ഉടുപ്പും പണ്ടത്തെ കയ്യിലില്ലേ? അല്ല, ചോദിച്ചതാ. പഴയ ഉടുപ്പൊന്നും ഇല്ലേ കല്യാണത്തിന് കയ്യില്?
ഇപ്പൊ ഉപയോഗിക്കാൻ കയ്യിലുണ്ടല്ലോ. ഓ സമ്മതിച്ചു. ഞാൻ പിൻവലിച്ചു. നിരുപാധികം മാപ്പും പറഞ്ഞു. 22 വായിച്ചേ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കൾ ഇഷ്ടപ്പെട്ടില്ലേ? വായിച്ചോ മൊത്തം. അല്ല, വായിച്ച ഇഷ്ടപ്പെട്ടില്ലേ? വായിക്കൂ. അത് തന്നെയാ. ഭാര്യമാരെ നിങ്ങൾ കർത്താവ് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ. മതി. എന്തിന്റെ? ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ. അപ്പൊ ക്രിസ്തു എന്താണ്? സഭ എന്താണ്? ശരീരം. ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത്. അപ്പൊ സഭ എന്താണ്? ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. എഴുതി വയ്ക്കും. ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ഈശോ തന്നെയാണ് സഭ. ഈശോയുടെ ശരീരമാണത്. ഈശോയും സഭയും ഒന്നാണ്. നമ്മളതിനെ വേർതിരിക്കാൻ പാടില്ല. നമ്മൾ ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ എനിക്ക് ഈശോയോട് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ഈശോയോട് ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സഭയോട് സ്നേഹമില്ല. അവന് സത്യത്തിൽ സ്നേഹമില്ലാത്തത് ഈശോയോടാണ്. കാരണം ഈശോ പഠിപ്പിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു, ഞാനും സഭയും ഒന്നാണ്. സഭ തന്നെയാണ്. കൃത്യമായി പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? ഈശോയുടെ ഉദ്ധിത ശരീരമാണ് സഭ എന്ന് പറയണം. എഴുതി വെച്ചു. ഈശോയുടെ ഉദ്ധാനം ചെയ്ത ശരീരമാണ് സഭ. പലസ്തീനയിൽ ജീവിച്ചിരുന്ന ഈശോ ഉദ്ധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവജനത്തെ തന്റെ ശരീരത്തിന്റെ അവയവങ്ങളായി ഒട്ടിച്ചേർത്തു. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ഇത് ഒരു സ്ഥലത്തൊന്നും അല്ല, ഇഷ്ടംപോലെ സ്ഥലത്ത്. കൊളോസോസുകാർക്ക് എങ്ങനെ എടുക്കൂ? കൊളോസോസ് ലേഖനം എടുക്കൂ. കൊളോസോസുകാർക്ക് ലേഖനം 1-ാം അധ്യായം. എടുത്തോ? പെട്ടെന്ന് എടുക്ക. പേജ് നമ്പറൊക്കെ പറഞ്ഞ സങ്കടകരമാണ്. 1-ാം അധ്യായം 1-ാം അധ്യായം 18 വായിക്കേ. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ്. ഈശോ ആരാണ്? സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ്. അഥവാ ആ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്തിഷ്കമാണ് അത്. അതായത് ഈ തല എന്റെ എന്ന് പറഞ്ഞ രണ്ടും വ്യത്യാസമൊന്നുമില്ലല്ലോ. വീണ്ടും 22 വായിച്ചേ. അത് എങ്ങനത്തെ ശരീരമാണെന്ന് മനസ്സിലാവും. 22-ാം വചനം വായിച്ചേ. അപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? നിങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്ന എവിടേക്കാണ്? സ്വന്തം ഫിസിക്കൽ ബോഡിയിലാണ് കർത്താവ് നിങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്, അല്ലാതെ നിങ്ങളെ പുറത്തല്ല വെച്ചിരിക്കുന്നത്. ഇനി വീണ്ടും 24 വായിച്ചേ. 24 രണ്ടാമത്തെ വാചകം വായിച്ചേ. കിട്ടിയോ? അടുത്ത പേജ്. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന. മതി. നോക്ക, സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി എന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അത് ഇത് ഇഷ്ടം പോലെ പ്രാവശ്യം ആവർത്തിച്ച് നിങ്ങൾ ബൈബിളൊക്കെ ഇരുന്ന് വായിച്ചു നോക്ക്. ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. സഭ എന്താണ്? ഇനി മറക്കോ ഇത്? എന്താണ് തിരുസഭ? ഈശോയുടെ ശരീരമാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അത് ഈശോയുടെ ശരീരമാണ്. സഭയെ വെറുക്കുന്ന ഒരാൾ വെറുക്കുന്നത് ആരെയാണ്? ഈശോയെ തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, ഒരു സംശയവും വേണ്ട. എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയെയാണ് അയാൾ വെറുക്കുന്നത്. ഈശോയെ വെറുത്ത ഒരാൾക്ക് ഈശോയിൽ നിന്ന് എന്ത് കൃപയ്ക്ക് അവകാശം ഉണ്ടെന്ന് ഓർത്തേ. അപ്പൊ ഇത് കാര്യം മറക്കരുത്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമാണ്, ഞാൻ സ്വീകരിക്കാൻ പോകുന്ന രഹസ്യത്തിന് ഈശോയുടെ ശരീരത്തോട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് തുറന്ന് പറയാം. അപ്പോ ആ സഭാ ശരീരത്തിന്റെ പ്രാർത്ഥനയാണ് ആരാധനാക്രമം. അവിടെ പ്രാർത്ഥിക്കുന്ന സഭയാണ്. രണ്ടാമത്തെ ഗണം പ്രാർത്ഥന എന്ന് പറയുന്നത് പോപ്പുലർ പ്രേയേഴ്സ് ആണ്. അത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളല്ല, പക്ഷെ പോപ്പുലർ ആണ്. സഭ പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ ജപമാല ഇതൊരു പോപ്പുലർ പ്രേയർ ആണ്, രണ്ടാമത്തെ ഗണം. മൂന്നാമത്തെ ഗണം എന്ന് പറയുന്നത് സ്വതന്ത്ര പ്രാർത്ഥനകളാണ്. ഒരാൾ ഒറ്റയ്ക്ക് പോയി പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെ സ്തുതിപ്പാൻ വർഷിപ്പൊക്കെ, പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തുന്നു ധ്യാനത്തിലൊക്കെ. അതാണ് മൂന്നാമത്തെ ഗണം. ഈ മൂന്നിന് ഇങ്ങനെ ഗ്രഡേഷൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലിറ്റർജിക്കൽ പ്രേയേഴ്സ് ആണ്. രണ്ടാമതുള്ളതാണ് ഈ പോപ്പുലർ പ്രേയേഴ്സ്. മൂന്നാമത്തേതാണ് സ്വതന്ത്ര പ്രാർത്ഥന. പിടിയോ?
അതിന്റെ ആ വിലയുടെ വ്യത്യാസം, ആ മൂല്യത്തിന്റെ വ്യത്യാസം അതിനകത്തുണ്ട്. എല്ലാ പ്രാർത്ഥന മൂന്നും നമുക്ക് ആവശ്യമുണ്ട് താനും, മൂന്നും നമുക്ക് ആവശ്യമുണ്ട്. ഇത് മൂന്നിന് വ്യത്യാസം ഉണ്ടെന്ന് അറിയണം. അപ്പോ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അത് സഭയുടെ പ്രാർത്ഥനയാണ്, ആരാധനക്രമ പ്രാർത്ഥനകൾ. അപ്പൊ സഭ എന്താണെന്നാ പറഞ്ഞത്? സഭ എന്താണെന്നാ പറഞ്ഞത്? രണ്ടുമൂന്ന് പേര് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ക്രിസ്തുവിന്റെ ശരീരം. അങ്ങനെയാണെങ്കിൽ സഭ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഈശോയാണ്. കണ്ടോ? അതുകൊണ്ട് ലിറ്റർജിക്കൽ പ്രേയേഴ്സിന്റെ പ്രത്യേകത അത് ഈശോയുടെ തന്നെ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയല്ല ശരിക്കും, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കല്ല, അത് ഈശോയുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ കൂദാശ കർമ്മങ്ങൾ പരികർമ്മം ചെയ്യുമ്പോൾ അവിടെ സംസാരിക്കുന്നത് മുഴുവൻ ഈശോയാണ്. ഇനി വിവാഹത്തിന്റെ ലിറ്റർജിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂദാശ നിങ്ങൾക്ക് വേണ്ടി പരികർമ്മം ചെയ്യുന്നത് ഈശോയാണ്. ഈശോയാണ്, നിങ്ങൾ വിശ്വസിക്കണം. ഈശോയുടെ നാമത്തിലാണല്ലോ വൈദികൻ നിൽക്കുന്നത്. വൈദികൻ അത് അർപ്പിക്കുമ്പോഴും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈശോ തന്നെയാണ് സഭയിൽ. അത് സഭയുടെ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞ ശരിക്കും മനസ്സിലായോ? ഇത് ഈ പറഞ്ഞ കാര്യം ശരിക്കും പിടികിട്ടിയോ? കിട്ടിയെങ്കിൽ തലയാട്ട്. ഇല്ല, ഞാൻ വീണ്ടും പറയും, ഇത് മനസ്സിലാകാത്ത ഒരാൾക്ക് വിവാഹം എന്ന കൂദാശയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല, ഒന്നും അനുഭവിക്കാൻ പറ്റില്ല, ഒന്നും മനസ്സിലാവില്ല. ക്ലിയർ ആയോ? ഇത്ര മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ആ കൂദാശയിലേക്ക് പ്രവേശിക്കാം, ആ കൂദാശയുടെ പരികർമ്മത്തിലേക്ക് പ്രവേശിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാന് മുഴുവൻ നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കറിയാലോ. ഞാൻ ഇതിന്റെ ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞു അങ്ങ് പോകും. വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു പോകണം. നമ്മളെങ്ങനെ പറഞ്ഞു, അതിനകത്ത് ചില പ്രത്യേക കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പറയും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് നല്ല ശ്രദ്ധയോടുകൂടെ വായിക്കണമെന്നുള്ളതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പുസ്തകം മേടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ PDF വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനോ ഞാൻ വേണമെങ്കിൽ നോക്കട്ടെ, എനിക്ക് തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പറ്റുവാണെങ്കിൽ ഞാനത് അങ്ങനെ നിങ്ങൾക്ക് തരാം. അപ്പൊ അത് കുറേ പ്രാവശ്യം വായിച്ചൊരുങ്ങിയിട്ട് വേണം പോകാൻ. ഞാനൊക്കെ എന്റെ പട്ടത്തിന് പോകുമ്പം പട്ടത്തിൽ എനിക്ക് വേണ്ടിയാണ് ഈ പ്രാർത്ഥന എല്ലാം അർപ്പിക്കപ്പെടുന്നത്, അല്ലെ? അപ്പോ ഞാൻ അതിനകത്തുള്ള ഓരോ വാക്കിന്റെ ഉള്ളർത്ഥങ്ങൾ ഉൾപ്പെടെ അറിയണ്ടേ. ഞാൻ അങ്ങനെ വായിച്ചു പഠിച്ചിട്ടാ പോയത്. നിങ്ങളും അങ്ങനെ ചെയ്യണം. വിവാഹത്തിന്റെ കൂദാശയുടെ പ്രത്യേകത നിങ്ങൾക്ക് വേണ്ടി മാത്രം അർപ്പിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കണം. നന്നായി ഒരുങ്ങി ഓരോ വാക്ക് ചെല്ലുമ്പോഴും നിങ്ങൾ അതിന്റെ ഉള്ളർത്ഥങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വേണം അതിനകത്ത് പങ്കുചേരാൻ. അല്ലെങ്കിൽ പലപ്പോഴും പറ്റുന്നുണ്ടെന്നറിയോ, ചുമ്മാ അവിടെ ചെന്ന് നിൽക്കുന്നു, ഒരു അച്ഛനൊരു പ്രസംഗമൊക്കെ പറയുന്നു, എന്തൊക്കെയോ കുറെ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നു, താലിയൊക്കെ ഞാൻ കിട്ടി, ഇങ്ങ് തിരിച്ചു പോയിരുന്നു എന്ന മട്ടാവും. അതൊരിക്കലും സംഭവിക്കരുത്. ഓക്കെ, നമുക്ക് ഇതിനകത്തോട്ട് പ്രവേശിക്കാം. ആദ്യത്തെ പേജ് നിങ്ങൾക്ക് കാണാമെങ്കിൽ എന്നോട് പറയണം. ഞാൻ ഈ ബുക്കിനകത്ത് നോക്കിക്കൊണ്ട് പറയുന്നതുകൊണ്ട് ഞാൻ പേജ് മറിക്കാൻ മറന്നുപോയാലും നിങ്ങൾ എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണേ. ഞാൻ അതിനകത്ത് നിങ്ങൾക്കുള്ള സ്ക്രീൻഷോട്ടിൽ സ്ക്രീനിനകത്ത് ഷെയർ സ്ക്രീനിനകത്ത് പേജ് മറിക്കാൻ മറന്നാലും അറിയും. നോക്ക്, അതിന്റെ പൊതുനിർദ്ദേശങ്ങൾ നോക്ക്. കാർമികൻ തിരുവസ്ത്രങ്ങൾ ധരിച്ചു വരുന്നു. വചനവേദിയിൽ താലി മന്ത്രകോടി സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. അത് ഞാൻ അവസാനത്തെ ക്ലാസ്സിൽ പറയും. തിരുക്കർമ്മത്തിനിടയ്ക്ക് തെളിക്കുന്ന നിലവിളക്ക് തിരി അതുണ്ടെങ്കിൽ ഒരുക്കി വെക്കണം. സുവിശേഷ വായനയ്ക്കുള്ള അത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിന്നെ വായനകൾ, പിന്നെ സുവിശേഷ കേന്ദ്രം, ഒക്കെ അത് പോട്ടെ. ഇതിനുശേഷം പിന്നെ ആദ്യത്തേത് വലതുവശത്ത് നോക്കും 40-ാം പേജില് 2 പ്രാരംഭ ഗീതങ്ങളുണ്ട്. ഇതിനകത്ത് ഏത് പാടണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപൂർവം കാര്യങ്ങളിലെ നിങ്ങൾക്ക് ചോയ്സ് ഉള്ളൂ, 1-2 സ്ഥലത്തേ ഉള്ളൂ. അത് നിങ്ങളുടെ ചോയ്സും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ പാട്ട് പാടണോ രണ്ടാമത്തെ പാട്ട് പാടണോ നിങ്ങൾക്ക് തീരുമാനിക്കുന്നേ കുഴപ്പമില്ല. നിങ്ങളൊരു ഗായക സംഘത്തെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള പാട്ട് പാടാൻ അവർക്കറിയാമെങ്കിൽ അവരോട് പാടാൻ പറയാം. ആദ്യത്തെ പാട്ട് പഴയ തലമുറയ്ക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുള്ള പാട്ടാണ്. നോക്കി പാടാമോ? അത് അറിയാവുന്ന ഒരാള് പാട്ട് പാടും. നിങ്ങൾ പള്ളി പാട്ട് പാടുന്ന ആരെല്ലാം പഠിക്കേ നോട്ടെ, പാട്ടറിയാവുന്നവര് പെട്ടെന്നാട്ട്. അതാണോ ആദ്യത്തെ പാട്ട്? ആദ്യത്തെ പാട്ട് ഏതാ? രണ്ടാമത്തെ പാട്ട്. ഓക്കെ 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 ഓക്കെ. ആ, ഒരാൾ പാടും, വേറെ ആൾക്കാർക്ക് പഠിപ്പം കട്ടായി പോകുന്നുണ്ട്. നന്നായിട്ട് പാടണ്ട കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ആരാ അത് പാടിയത്? ആരാ പാടി തുടങ്ങിയത്? അനിറ്റിയാണോ? വെരി ഗുഡ്, നന്നായിട്ട് പാടുന്നല്ലോ, സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ആ പാട്ട് പാടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള പാട്ട് പുതിയ പാട്ടാണ്. പക്ഷെ പഴയ തലമുറയ്ക്ക് കുറച്ചുകൂടെ നൊസ്റ്റാൾജിക് സോങ് ആദ്യത്തെ ആയി. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്. രണ്ടാമത്തെ പാട്ട് പഠിക്കേ, അവൻ പാടി തുടങ്ങിയായിരുന്നു, നീ പാടറ. പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം
ഏതേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം പകരുന്ന സമയം. ഉണ്ടോ? എന്നാ സൂപ്പറായിട്ടാ പാടുന്നത്. കൊള്ളാലോ. നീ പള്ളി പാടുന്നതാണോ? ഞാൻ കൊയറിലുള്ള അച്ഛൻ. ആണോ? മിടുക്കൻ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേൾക്കാൻ. നീ വളരെ പ്രെയർഫുൾ ആയിട്ടോ പാടുന്നത്. നല്ല രസമുണ്ട്. വെരി ഗുഡ്. നീ കല്യാണം കഴിക്കാൻ നമ്മുടെ പെണ്ണിനകത്ത് ഇരിക്കുന്നുണ്ടോ? ഞാൻ കല്യാണം കഴിഞ്ഞതാ. ആണോ? അത് ശരി. ഓക്കെ, ഇടയ്ക്ക് പാട്ടൊക്കെ പാടിക്കോട്ടോ, കല്യാണം കഴിഞ്ഞാന്നൊരു ഓർമ്മ വരാൻ വേണ്ടി. അപ്പൊ ആ 2 പാട്ടുകൾ പാടാം. ഈ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ പിന്നീട് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് പോലെയാണ്. പിതാവിന്റെയും പുത്രന്റെയും അതൊക്കെ ചൊല്ലി, അത്യുന്നതങ്ങളിൽ ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി, അതിനുശേഷം 43-ാമത്തെ പേജിൽ അച്ഛൻ നടത്തുന്ന അച്ഛന്റെ കാർമികന്റെ ആദ്യത്തെ ആമുഖ പ്രാർത്ഥനയാണത്. അതിങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരദാനങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണം. നോക്കണം, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ആദ്യം ഏറ്റുപറയുക. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, വിളിച്ച് വിവാഹത്തിലേക്ക് നയിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ടോ സ്വർഗീയ വരങ്ങളാൽ ഇവരെ സമ്പന്നരാക്കണം. നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, വരങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? വരങ്ങൾ, സ്വർഗീയ വരങ്ങളാൽ ഇവരെ സമ്പന്നരാക്കണമേ എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതിനെ കുറിച്ചല്ലേ? വരപ്രസാദത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? പ്രസാദത്തെ കുറിച്ചാണ്. സ്വർഗീയ വരങ്ങളാൽ സമ്പന്നരാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ അച്ഛൻ ആ പ്രാർത്ഥന തുടരുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ നിങ്ങളെ ശക്തരാക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സങ്കീർത്തനമാണ്. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക എന്ന് തുടങ്ങുന്ന കാനോനയോടുകൂടിയ പ്രാർത്ഥനയാണ്. രജ്ഞയുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. അങ്ങനെ രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു എന്ന് സമൂഹം മറുപടി ചൊല്ലുന്ന ഈ സങ്കീർത്തനം ശരിക്കും ഇസ്രായേൽ ജനവും, കഴിഞ്ഞ ദിവസത്തെ മേക്കാട്ടുന്നലച്ചന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇസ്രായേലിനെ വധുവായും ദൈവത്തെ വരനായും സങ്കല്പിക്കുന്ന ഒരു രീതി വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. കാരണം ഇസ്രായേലും ദൈവവും വധുവരന്മാർ ഒന്നായിരിക്കുന്നത് പോലെ ഒന്നായിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള സങ്കീർത്തന ഗാനമാണത്. അതിന് വിവാഹത്തോട് ബന്ധമുള്ളത് കൊണ്ടാണ് നമ്മൾ വിവാഹത്തിന്റെ ഈ സമയത്ത് ഈ സങ്കീർത്തനം ആലപിക്കുന്നത്. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും, തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും, എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആ സങ്കീർത്തനം കഴിയും. ആ സങ്കീർത്തന കാനോനെ ശ്രദ്ധിക്കുക. എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞു, വിവാഹം എന്ന് പറയുന്നത് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക, നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു എന്ന് ചൊല്ലി അത് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ധൂപാർപ്പണം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും. ധൂപാർപ്പണം ഉണ്ടാവില്ല, ചിലപ്പം മിക്കാറുണ്ടാവില്ല, ഞായറാഴ്ച ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് സർവാധിപനാം കർത്താവെ വരെയുള്ള പ്രാർത്ഥന ഏതാണ്ട് വിശുദ്ധ കുർബാനയിൽ എന്നതുപോലെ അങ്ങനെ പോകും. മുമ്പോട്ടാണ് പോകുന്നത്. 45-ാമത്തെ പേജ് നോക്ക. ഇനി പറഞ്ഞ ശ്രദ്ധിക്കണം. നമ്മള് ഈ സർവാധിപനാം പാടുന്ന സമയത്താണ് നിലവിളക്ക് തെളിക്കുന്നത്. നിലവിളക്ക് അല്ലെങ്കിൽ തിരി അത് തെളിക്കുന്ന അപ്പോഴാണ്. അപ്പോ ചിലപ്പം അച്ഛൻ നിങ്ങളെ തിരി തെളിക്കാൻ വിളിക്കുകയല്ല. അയ്യോ, ഞങ്ങളുടെ കല്യാണത്തിന്റെ ഉദ്ഘാടനത്തിന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് വിചാരിക്കണ്ട. കാരണം തിരി തെളിക്കേണ്ടത് കാർമികൻ മാത്രമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാർമികൻ മാത്രമാണ് തിരി തെളിക്കേണ്ടത്. കാരണം ഇത് നിങ്ങളുടെ കല്യാണത്തിന്റെ ഉദ്ഘാടനമല്ല. മനസ്സിലായോ? നിങ്ങളുടെ കല്യാണം ഉദ്ഘാടനം ചെയ്യുന്ന നല്ല നിലവിളക്ക് തെളിച്ച് പകരം എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് അവിടെ തന്നെ എഴുതിയേക്ക് നോക്കിയേ. കാർമികൻ നിലവിളക്ക് അഥവാ തിരി തെളിക്കുന്നു എന്ന് അവിടെ എഴുതിയേക്കുന്നതാണ്. 45-ാമത്തെ പേജിൽ. 45-ാം പേജ് കണ്ടില്ല അല്ലെ? 45-ന്റെ ചോട്ടിൽ 45-ന്റെ ചോട്ടിൽ നോക്കിക്കേ. കാർമികനാണ് തിരിക്കേണ്ടത്. കാരണം എന്നാന്ന് പറയാം. ഈ തിരി, അതിലെ പ്രകാശം ആരെ സൂചിപ്പിക്കുന്നതാണ്? സ്വാഭാവികമായും ഈശോയെ സൂചിപ്പിക്കും. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ സൂചിപ്പിക്കുന്നതാണ് ഈ തിരി.
ഈ വെളിച്ചം. അപ്പോൾ കാർമികൻ സഭയുടെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രകാശമായ ക്രിസ്തുവിനെ തെളിച്ചു വെക്കുകയാണ്. അത് സഭ നിങ്ങൾക്ക് തരുന്ന, നിങ്ങൾ കത്തിച്ചെടുക്കുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങളെ തിരിതെളിക്കാൻ വിളിക്കേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും അച്ഛൻ നിങ്ങളോട് വന്നു നിന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ പറ്റത്തില്ല എന്ന് ആ നേരത്തെ പറയാൻ പോകണ്ട, നിങ്ങൾ അവിടെ പോയി നിന്നോ, എന്നിട്ട് തിരിതെളിക്കാൻ കുടിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, സഭ നിങ്ങൾക്ക് തെളിച്ചു തരുന്ന തിരിയാണ് എന്ന് ഓർക്കണം, നിങ്ങൾ തെളിക്കുന്ന അല്ലത്. മനസ്സിലായോ? പിടിയോ? അപ്പൊ ശരിക്കും ചെയ്യേണ്ടത് കാർമികൻ മാത്രം തിരിതെളിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇതാണ്, പ്രകാശമാകുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഭവനത്തിന്റെ വെളിച്ചമായി നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ വഴിതെറ്റാതിരിക്കാൻ, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ, നിങ്ങൾ ഇരുട്ടത്ത് തട്ടി വീഴാതിരിക്കാൻ, നിങ്ങളുടെ ഭവനത്തിൽ കർത്താവിന്റെ പ്രകാശം ഉണ്ടാകാൻ വേണ്ടി ഈശോയെ നിങ്ങൾക്ക് തരുന്ന സമയമാണത്. അപ്പൊ അത് ഓർത്തോണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവെ പ്രകാശമായി അവിടുന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് പ്രകാശമായി നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങൾക്കത്. ക്ലിയറായോ? അത് കഴിഞ്ഞാൽ പിന്നെ ശബ്ദമുയർത്തി ഗാനം, അതിനുള്ള പ്രാർത്ഥന, ശ്ലോസ, ശബ്ദമുയർത്തി എന്നുള്ള ഗാനം. അങ്ങനെ പിന്നീട് പിന്നീട് ലേഖന വായന. അടുത്തത് ലേഖന വായനയിലേക്കാണ് പോകുന്നത്. ലേഖനം വായിക്കുന്നതിനെ കുറിച്ച് എനിക്ക് 1-2 കാര്യം പറയാനുണ്ട്. ലേഖനം ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടിയാണേ. ലേഖനം വായിക്കാൻ ഏറ്റവും നല്ലയാൾ ആരായിരിക്കും എന്നറിയോ? നിങ്ങളുടെ ഒരാളായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ആ ലേഖനത്തിന്റെ പ്രഘോഷണം അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഘോഷണമാണ്. നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയേ, നവവധു തന്നെ സർവാഭരണ വിഭൂഷിതയായി അവൾ അവിടെ കയറി നിന്നിട്ട് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്നൊക്കെ അവള് തന്നെ അത് പ്രഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീവ്രതയും മനോഹാരിതയും ഒക്കെ ഒന്ന് ഓർത്ത് നോക്കി. അവള് തന്നെ അത് ഏറ്റു പറയുമ്പോൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കട്ടെ എന്നൊക്കെ ആ വരൻ തന്നെ അവിടെ നിന്ന് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കി. മാത്രമല്ല, നിങ്ങളങ്ങനെ ചെയ്യുവാണെന്ന് വിചാരിച്ചോ, അവിടെ വന്നേക്കുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായ അത്ഭുതവും സന്തോഷമായിരിക്കും. അവൻ മിടുക്കനാട്ടോ എന്ന് പറയും. അങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു കാര്യമുണ്ട്, നേരവും എഴുത്തും വായനയ്ക്ക് അറിയാമെങ്കിൽ ഈ പണിക്ക് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ഉള്ള മാനം കപ്പൽ കയറി കിട്ടും. വായിച്ചു പഠിച്ചിട്ട് അവിടെ പോയിട്ട് മാന്യമായിട്ട് അത് വായിച്ചാൽ ഭയങ്കര എഡിഫൈങ് ആയിരിക്കും. ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു പ്രചോദനമൊക്കെ ആയിരിക്കും അത്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ആൾക്കാരെങ്ങനെ വായിക്കുന്നത്, എൻ്റെ കുടുംബത്തിൽ തന്നെ. അത് വായിക്കുമ്പോൾ അത് ഭയങ്കര ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ, അയ്യോ എന്ത് നല്ലായിരുന്നു, എന്തായിരുന്നു ഇത് എന്നൊക്കെ ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സന്നദ്ധരാകുന്ന ആൾക്കാർ. ഞാനിത് പ്രിക്കാനിക്കൊക്കെ പറയാറുണ്ട്, പലരും ചെയ്യാറുമുണ്ട്. നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. കല്യാണം കഴിഞ്ഞവർക്ക് ഇനി ചാൻസ് ഇല്ല, കഴിയാത്തവർക്ക് അത് ചെയ്യാവുന്നതാണ്. നമ്മൾ വായിക്കുന്ന ലേഖനഭാഗം നമ്മളിപ്പോ ഒന്ന് വായിച്ചു നോക്കാൻ പോവാണ്. ഏതാണത്? എഫെസോസുകാർക്ക് ഏത് ലേഖനം? എഫെസോസുകാർക്ക് ഏത് ലേഖനം? ഇനി നിങ്ങളല്ല വായിക്കുന്നതെങ്കിൽ വായിക്കുന്ന അൾത്താര ശുശ്രൂഷയാണെ അത്, അല്ലെ ഒരാളെ നന്നായി വായിക്കാൻ അറിയാവുന്ന ഒരാളെ പറഞ്ഞ് ചട്ടം കെട്ടി നിർത്തണം. ഇല്ല നിങ്ങളുടെ കല്യാണത്തിന് വല്ല പിള്ളേരും കയറി വായി വരുന്നത് വായിച്ച് ഉള്ള മാനം കപ്പൽ കയറ്റി കളയും. ഇവൻ വായിച്ചു വരുമ്പോ ഇതിനകത്തുള്ള ഒരു ഭാഗം പണ്ട് പോലെ തമാശയായിട്ട് പറയാറുള്ളതാണ്, ഇതൊരു വലിയ രഹസ്യമാണെന്നുള്ളതൊക്കെ ഇവൻ തപ്പി പിടിച്ച് ഇതൊരു വലിയ രസമാണെന്നൊക്കെ പറഞ്ഞിട്ടേ കല്യാണം അങ്ങനെയൊക്കെ പറഞ്ഞ് വായിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോ കൃത്യമായി വായിക്കാൻ അറിയാവുന്ന ഒരാളെ കൊണ്ട് വായിപ്പിക്കുക. കാരണം അതൊരു പ്രഘോഷണമാണ്. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതാണ്. ഈശോ പൗലോസ്ലീഹ വഴി പഠിപ്പിക്കുകയാണ്, വചനം പഠിപ്പിക്കുകയാണ്. അത് തപ്പി പറഞ്ഞ് പി എന്ന് പറഞ്ഞ് വായിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്ന ഓർത്ത് നോക്കി. ഓക്കെ, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. നിങ്ങളിൽ ആരാണ് വായിക്കുക? ഒരാൾ പേര് പറഞ്ഞിട്ടങ്ങ് വായിച്ചു. എഫെസോസുകാർക്ക് ഏത് ലേഖനം? 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനമാണ് വായിക്കാൻ പോകുന്നത്. വായിക്കുന്നയാൾ പേര് പറയുക, എന്നിട്ട് വായിച്ചു. വേറെ ആരും കയറി വായിക്കാതിരിക്കാൻ വേണ്ടിയാ. പെട്ടെന്ന്. ആരാ? നിമ്മി വായിച്ചു. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. നോക്ക്, ഈ പ്രഘോഷണത്തിലുടനീളവും ഈ തിരുക്കർമ്മത്തിലുടനീളവും സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താണ്? നമ്മൾ അവസാനം വരുമ്പോൾ മനസ്സിലാവും. സഭയും ക്രിസ്തുവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ വിവാഹം. ഇത് മാറ്റി നിർത്തിയാൽ പിന്നെ നിങ്ങളുടെ വിവാഹം ഇല്ല. മറക്കരുത്, വിവാഹം ഇല്ല പിന്നെ. ഓക്കെ, തുറന്നു വായിച്ചു.
ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. സഭ ക്രിസ്തുവിനോട് എങ്ങനെയോ അങ്ങനെ ആയിരിക്കണം ഭാര്യ ഭർത്താവിനോട്. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അത് ഭാര്യയുടെ മാത്രം ജോലിയല്ല, ഭർത്താവിന്റെ ജോലി എന്താണ്? കർത്താവ് സഭയെ വിശുദ്ധീകരിക്കാൻ എന്ത് ചെയ്തോ അത് നിങ്ങൾ ചെയ്യണം. എന്താ കർത്താവ് ചെയ്തത്? അവിടുന്ന് കുരിശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തുകയാണ് ചെയ്തത് സഭയ്ക്ക് വേണ്ടി, സഭയെ സ്ഥാപിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭർത്താവ് സ്നേഹിക്കണം. തിരിച്ചു പറഞ്ഞാൽ അങ്ങനെ സ്നേഹിക്കുന്ന ഭർത്താവിന് ഭാര്യ വിധേയായിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതെ. ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് തിരിച്ചായിരുന്നു അല്ലെ? ഭാര്യ വായിച്ചു ഓർക്കുന്നില്ലേ? ഭർത്താവിന് വിധേയമായിരിക്കണം, കയറി കളിക്കരുത് എന്നാണ്. എങ്ങനെയുള്ള ഭാര്യയ്ക്കാണ്? ഭർത്താവിനാണ്. ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന, അവസാനത്തുള്ളി രക്തം വരെ അവൾക്ക് വേണ്ടി, അവളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചൊരിയുന്ന ഭർത്താവിന് ഭാര്യ വിധേയമായിരിക്കും. എന്നിട്ടോ അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ ജലം കൊണ്ട് കഴിയുന്ന പറഞ്ഞാൽ മാമോദിസം നൽകി വചനം കൊണ്ട് പഠിപ്പിച്ച് വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. സഭ തന്റേതായിരിക്കാൻ വേണ്ടിയാണ് ഈശോ അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭർത്താക്കന്മാരുടെ ജോലി എന്താണ്? ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. സ്വന്തം ശരീരത്തെ എന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിന് നോവുമ്പോൾ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ തന്നെ അവക്ക് നോവുമ്പോഴും റിയാക്ട് ചെയ്യും. സ്വന്തം ശരീരത്തെ ഇടിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഭാര്യ ഇടിക്കാൻ അവകാശമുള്ളൂ. സ്വന്തം ശരീരത്തെ ചീത്ത പറയുന്ന ഒരാൾക്ക് മാത്രമേ തന്റെ ജീവിത പങ്കാളിയെ ചീത്ത പറയാൻ അവകാശമുള്ളൂ. ചീത്ത പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ അതിന്റെ എക്സ്ട്രീം പറഞ്ഞതാണ്. ഇനി നിന്റെ അപ്പനെ അവനാടി കാണിച്ചേ എന്ന് ചോദിക്കാൻ നിനക്ക് അവകാശമില്ല. നിങ്ങൾ രണ്ടും ഒരു ശരീരമാണെങ്കിൽ നിന്റെ അപ്പൻ എന്ന് പറയുമ്പം സ്വന്തം അപ്പനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഓർക്കണം. എന്നിട്ടോ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു വാചകം, എഴുതി വെക്കണം. ഇത് രണ്ടുപേർക്കും ബാധകമാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ഭാര്യ ഞാൻ തന്നെയാണ്, എന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ രണ്ടും ചേർന്ന് ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമാണ്. ഭർത്താവിനും അങ്ങനെ തന്നെയാണ്, ഭാര്യയ്ക്കും അങ്ങനെ തന്നെ. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ അവൾ സത്യത്തിൽ സ്നേഹിക്കുന്ന ഭർത്താവിനെയല്ല, തന്നെ തന്നെയാണ്. കാരണം തന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അവൾ. ഇത് എന്റെ കണ്ടുപിടുത്തമല്ല, വചനം പഠിപ്പിക്കുന്നതാണ്. അത് വിശ്വസിക്കാൻ നമുക്ക് കടമയുണ്ട്. അത് സത്യമാണെന്ന് സഭയ്ക്കറിയാം, നമുക്കറിയാം അത് സത്യമാണ്. എന്നിട്ട് തുറന്നു വായിച്ചേ. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. അതാണ് കാര്യം. സഭയെ, തന്റെ ഭാര്യയെ വെറുക്കുന്ന ഒരാൾ ചെയ്യുന്നത് തന്റെ തന്നെ ശരീരത്തെ വെറുക്കലാണ്. അങ്ങനെ ആരും ഒരിക്കലും ചെയ്യാറില്ല. എന്നിട്ടോ ക്രിസ്തു സഭയെ എന്നതുപോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ആദ്യം വിധേയത്വത്തെ കുറിച്ച് ഒരു വാചകം പറഞ്ഞെങ്കിൽ ബാക്കി മുഴുവൻ ഭർത്താവ് ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്യണം? ക്രിസ്തു സഭയെ പരിപോഷിപ്പിച്ചതുപോലെ അവളെ പരിപോഷിപ്പിക്കണം, അവളെ സംരക്ഷിക്കണം, അവളെ കാത്തു സൂക്ഷിക്കണം, അവളെ അപമാനിതയാകാൻ അനുവദിക്കാതിരിക്കണം. വിശുദ്ധ ഔസേപ്പിതാവ് ചെയ്ത കാര്യം അവർക്ക് അവളെ അപമാനിതയാകാൻ അനുവദിക്കാതിരുന്നു എന്നുള്ളതാണ് ജീവിത പങ്കാളിമാരുടെ അടിസ്ഥാന ദൗത്യം. കുറവുകൾ ഉണ്ടെങ്കിൽ അത് നാട്ടിൽ വിളിച്ചു പറഞ്ഞ് അപമാനിക്കുകയല്ല ചെയ്യേണ്ടത്, അത് മറച്ചു വെക്കുന്ന വസ്ത്രമാണ് നിങ്ങൾ. ജീവിത പങ്കാളിയുടെ കുറവ് തന്നിലേക്ക് മാത്രം അടച്ചു വെക്കുന്ന വസ്ത്രമാണ്. ശരീരത്തിന്റെ ഒരു കുറവിനെ, ഒരു ലജ്ജാകരമായ കാര്യത്തെ മൂടി വെക്കുന്ന വസ്ത്രം പോലെ നിന്റെ ജീവിത പങ്കാളിയെ മറച്ചു വെക്കുന്നയാളെയാണ് ഒരു ഭർത്താവ് അഥവാ ഭാര്യ എന്ന് പറയുന്നത്. അല്ലാണ്ട് സമൂഹ മധ്യയെ അനാവൃതമാക്കി നാണം കെടുത്തുകയും പുച്ഛിക്കുകയും ചെയ്യുന്നയാളല്ല. മനസ്സിലായോ? അതിന്റെ അർത്ഥം കുറവുകൾ പറയണ്ടെന്നല്ല, പറയണം. എവിടെ പറയണം? പറയേണ്ടടുത്ത് മാത്രം പറയണം. അത് അജപാലകരോട് പറയാം, ഡോക്ടേഴ്സിനോട് പറയാം. അജപാലകരോട് പറയാം. ആത്മീയ പ്രശ്നം, നിങ്ങൾ കുടുംബത്തിനകത്തൊരു പ്രശ്നം, അജപാലകരോട് പറയാം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് പ്രസാദവരം ലഭിക്കുന്നത്. അവിടെ ചെന്നത് തിരുത്തണം. എന്നാൽ നാട്ടുകാരുടെ അടുത്ത് അപമാനിക്കാതെ അവളെ സംരക്ഷിക്കാം, അവനെ സംരക്ഷിക്കുകയും ചെയ്യണം. ചില ആളുകൾക്ക് അതൊരു കുഴപ്പമാണ്. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എപ്പോഴും ജീവിത പങ്കാളിയെ കുറിച്ച് വായു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് അത് കേൾക്കുമ്പോൾ മുറിവാണ്, അല്ലെ? അവനത് കേൾക്കും മുറിവാണ്. ഓക്കെ, തുറന്നു വായിച്ചേ. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നോക്ക്, കല്യാണം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നാം അവന്റെ ശരീരത്തിന്റെ അവയവമാണ് എന്നുള്ളതാണ്. വി ആർ പാർട്സ് ഓഫ് ഹിസ് ബോഡി. അവന്റെ ശരീരത്തിന്റെ അവയവമാണ് നമ്മൾ.
അതുകൊണ്ടാണ് ആ അവയവങ്ങൾ ഒന്നാകാൻ പറ്റുന്നത്, അല്ലെ? ഈ ശരീരത്തിന്റെ തന്നെ അവയവമാണല്ലേ ഇത് ഈ ബോഡിയിൽ ഒന്നായിരിക്കുള്ളൂ എന്നതുപോലെയാണ് മാമോസ സ്വീകരിക്കുക എന്നുള്ളത് വിവാഹത്തിന്റെ അടിസ്ഥാനമായിരിക്കാൻ കാരണം. എന്നിട്ട് വായിച്ചേ. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും നോക്ക്, അവർ രണ്ടുപേരും ഒന്നായി തീരുകയും ചെയ്യും. ഇപ്പൊ രണ്ടായിരുന്നു, വിവാഹത്തിൽ അവർ ഒന്നായിത്തീരും, പിന്നെ ഒന്നേ ഉള്ളൂ. എന്നിട്ടോ ഇത് വലിയ ഒരു രഹസ്യമാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. രഹസ്യമാകാൻ കാരണം എന്താണ്? രഹസ്യം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതൊക്കെ പറഞ്ഞതെന്നല്ല. ജപമാലയുടെ രഹസ്യം എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം മറന്നുപോകരുത്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലല്ലാതെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാണ് രഹസ്യം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നാലല്ലാതെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് രഹസ്യം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോ വിവാഹം എന്ന് പറയുന്ന ഒരു രഹസ്യമാണ്. നമ്മൾ നോക്കുമ്പോ, സാധാരണക്കാരൻ നോക്കുമ്പോ എന്താ, അവരാണും പെണ്ണും അവർ തമ്മിൽ കല്യാണം കഴിച്ചു, അവർ ഒരുമിച്ച് അങ്ങ് ജീവിക്കുന്ന പിള്ളേരുണ്ടാവുന്നു, അതിനകത്ത് രഹസ്യം ഇരിക്കുന്നു. പക്ഷെ അതിന്റെ രഹസ്യം എന്താണ്? ഇത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ് എന്നുള്ളതാണ് അതിന്റെ രഹസ്യം. അതൊരു മനുഷ്യന്റെ ബുദ്ധി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും ഈശോയിൽ ഒരു ശരീരമായി തീരുമെന്നുള്ളത് ഒരു രഹസ്യമാണ്. മനുഷ്യ ബുദ്ധിക്ക് അറിയാൻ പറ്റില്ല. ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അത് രഹസ്യമായത് എന്ന് പറയുന്നത്. എന്നിട്ടോ വീണ്ടുമോ, സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. അതാണ് അതിന്റെ പോയിന്റ്. വിവാഹത്തെ കുറിച്ച് സകലതും പഠിപ്പിച്ചിട്ട് ഒരു പ്രീ മാരേജ് കോഴ്സ് മുഴുവനും അങ്ങ് നടത്തിയിട്ട് വചനം പറയുകയാണ് ഈ പറഞ്ഞത് മുഴുവനും എന്തുമായി ബന്ധപ്പെടുത്തിയാണ്? സഭയും ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയാണ്. അഥവാ സഭയോടും ക്രിസ്തുവിനോടും ബന്ധമില്ലാതെ ഒരു വിവാഹമില്ല. നിങ്ങൾ ഈ കോഴ്സ് അവസാനിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യമാണിത്. പൗലോസിലേക്ക് നിങ്ങളോട് പറയാനുള്ള, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങളോട് പറയാനുള്ള കാര്യമാണിത്. സഭയോടും ക്രിസ്തുവിനോടും നിങ്ങൾ എന്നാകുന്നോ, നിങ്ങളുടെ കല്യാണമാണ് ഇല്ലാണ്ടാവുക. മനസ്സിലായോ? മറക്കരുത്. ഇത് മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കോഴ്സ് കൂടിയതിന്റെ മുഴുവൻ ഫലവും പോയി എന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പോൾ ഈ വചനഭാഗമാണ് നിങ്ങൾ വിവാഹത്തിന് വായിക്കേണ്ടത്. നീ നന്നായിട്ട് വായിച്ചു കേട്ടോ. നിനക്കത് കല്യാണത്തിന് വായിക്കാവുന്നതാണ്. അതുപോലെ നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അച്ഛനോട് പറയാം, ഞാനാ വച്ചാ വായിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ എന്തെങ്കിലും വായിച്ചു. നല്ല രസമായിരിക്കും, ഒത്തിരി അനുഗ്രഹീതമായിരിക്കും. നിങ്ങളത് പ്രഘോഷിക്കും. കാരണം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് എന്ന് ലോകത്തെ അറിയിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളാണത് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് അനുഗ്രഹമാണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? ലേഖന വായന കഴിയുമ്പോഴേക്കും പിന്നെ പതുക്കെ പേജ് മറിക്കാം. പിന്നെ സുവിശേഷ വായനയാണ്. സുവിശേഷ വായന കഴിയുമ്പം അച്ഛൻ വചന സന്ദേശം നൽകും. ആ സമയത്ത് അത് ശ്രദ്ധാപൂർവം കേൾക്കണം, കേട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ കാർസൂസ പ്രാർത്ഥനകളാണ് നടക്കാൻ പോകും. കാർസൂസ പ്രാർത്ഥനകൾ 2 പേജ് കൂടുതൽ മറന്നു പോയോ? ഓക്കെ. കാർസൂസ പ്രാർത്ഥനകളുടെ പ്രത്യേകത നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അപ്പൊ ഓരോ സമൂഹം ഓരോ കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു കൂദാശയിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവിടെയാണ്. ജനം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനകൾ എങ്ങനെയാന്ന് നോക്ക്. അതിന്റെ ഫസ്റ്റ് പേജിനകത്തില്ല, 2ാമത്തെ പേജ് കൊണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഈ കർത്താവ് ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം എന്ന് ശുശ്രൂഷ ചെല്ലും. അപ്പോൾ നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കാൻ കർത്താവ് ഈ വധുവരന്മാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കും. നോക്കണം, സഭയ്ക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള എന്ന് വിളിച്ചാണ് ഈശോയെ വിളിക്കുന്നത് തന്നെ. ഇനി വചനമാകുന്ന ആത്മീയ വിരുന്നിനായി സകലരെ ക്ഷണിക്കുന്ന മിശിഹായെ നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഇവർ അനുഗ്രഹിക്കണം. നമ്മൾ ആദ്യ ദിവസം പറഞ്ഞില്ലേ, കല്യാണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അൾട്ടിമേറ്റ്ലി എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദിവ്യ ടൈറ്റസ് ഓർക്കുന്നുണ്ടോ? എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്, സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ്. കൂദാശ വഴി ഈ കൂദാശയിലൂടെ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ കൂദാശയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അനവധി സ്ഥലത്ത് ഒരു ചെറിയ മരിച്ചടക്ക് നടത്തുന്നത് പോലെ തോന്നും. സത്യമാണത്. കാരണം എന്താണ്? നിങ്ങളുടെ മരണമാണത്. ഈ കല്യാണ സത്യത്തിൽ നിങ്ങളുടെ മരണമാണ്. സത്യമായിരുന്നു വച്ചാന്ന് പിന്നെ പറയാ. എന്തർത്ഥത്തിലാണത് മരണമെന്ന് അറിയാമോ? ഇനി നീ ഇല്ല, അവളും ഇല്ല, നിങ്ങൾ രണ്ടുകൂടെ കൂടിയ പുതിയൊരു മനുഷ്യനേ ഉള്ളൂ.
മനസ്സിലായോ? നിങ്ങളുടെ ആത്മാർപ്പണമാണത്. നിന്നെ മുഴുവൻ അവൾക്ക് കൊടുത്തു, പിന്നെ അവളുടെ ഉള്ളൂ. അവൾ മുഴുവൻ നിനക്ക് തന്നു, പിന്നെ അവളില്ല. അങ്ങനെ ഒരു മരണം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മരിച്ച് സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള പോലത്തെ, അതായത് മരിച്ചടക്ക് ശുശ്രൂഷയ്ക്കകത്തുള്ളതിന് ധ്വനിയോടുള്ള ധാരാളം പരാമർശങ്ങൾ നിങ്ങൾ ഈ കുദാശയിൽ കാണും. ഇവിടെ നോക്കിയേ, സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകാൻ, അഥവാ മരിച്ച് അടക്കപ്പെട്ട് സ്വർഗത്തിലെത്തി അവിടുത്തെ വിരുന്നിൽ പങ്കുകാരാകാൻ ഇവരെ അനുഗ്രഹിക്കണമെന്നാണ് കല്യാണത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് കല്യാണ വിരുന്നിൽ പങ്കുചേർന്ന കാര്യമല്ല, അതിപ്പോ കഴിയും. അടുത്തത്, വിവാഹത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായ. അഭേദ്യത പിതാവ് പഠിപ്പിച്ചില്ലേ? യൂണിറ്റി ആൻഡ് ഇൻഡിസൊല്യൂബിലിറ്റി, അവിഭാജ്യത പഠിപ്പിച്ചായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ ചോദിക്കും പരീക്ഷയ്ക്ക്, മറന്നുവെച്ച് വന്നേക്കരുത്. വിവാഹത്തിന്റെ സ്വഭാവം 2 കാര്യങ്ങളാണ്. നേച്ചർ ഓഫ് മാരേജ് എഴുതി വെച്ചോ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ. നേച്ചർ ഓഫ് മാരേജ് 2 വാക്കുകളാണ്. ഒന്ന് യൂണിറ്റി അഥവാ ഐക്യം. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 2 പേർ തമ്മിലുള്ള ബന്ധമാണ്, 2 പേർ തമ്മിൽ മാത്രമുള്ള ബന്ധമാണ് എന്നുള്ളതാണ് ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിന്റെ സ്വഭാവം, നേച്ചർ ഓർ ക്യാരക്ടർ ഓഫ് മാരേജ്, 2 വാക്കുകൾ. ഒന്ന് യൂണിറ്റി, ഐക്യം, ഏകത. ഏകത എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത് ഇത് 2 പേർ തമ്മിലേ ഉള്ളൂ. പുറത്തുനിന്ന് ഒരാൾക്ക് അതിനകത്തൊരു സാധ്യതയില്ല, ഇവരിൽ ഒരാൾക്ക് പുറത്തോട്ട് സാധ്യതയില്ല. അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ ഐക്യം പൂർണ്ണമാണ്. അതാണ് ഏകത എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് അവിഭാജ്യതയാണ്, വിഭജിക്കാനാവായ്മയാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് പിരിയാൻ പറ്റില്ല എന്നർത്ഥം. പിരിയാൻ പറ്റില്ല എന്നർത്ഥം. ഇൻഡിസൊല്യൂബിലിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇൻഡിസൊല്യൂബിലിറ്റി, ഇൻഡിസൊല്യൂബിലിറ്റി, അവിഭാജ്യത. അവിഭാജ്യത നോക്ക, വിവാഹത്തിന്റെ അവിഭാജ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ജീവിതം നയിക്കാൻ കർത്താവെ ദമ്പതിമാർ കരുണയുണ്ടാകണമേ. കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിയുമ്പം കാർമികൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, 2 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത പേജിൽ നോക്കി, 55 നോക്കിയോ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കണമേ. ഈശോയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കണമേ. അതൊക്കെ നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ സ്വീകരിക്കണം. അപ്പോഴാണ് വീട്ടിലെ കലഹങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത്. ഇത് നിങ്ങൾക്ക് അവിടെ വെച്ച് കിട്ടിയാൽ എന്നും ഉണ്ടാവും. അതുകൊണ്ട് അത് ഓർക്കണം. അങ്ങയുടെ ശാന്തി സമാധാനം ഇവരിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. നോക്ക്, ഈ പ്രാർത്ഥന ചെല്ലുന്നത് എപ്പോഴാണ് ശരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത്? മരിച്ചിടക്കുന്ന സമയത്ത് മുടിയൊക്കെ വയ്ക്കാൻ നേരത്ത് അവിടുന്ന് ഇവർക്കായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ ഈ മനുഷ്യനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ചെല്ലുന്നത് കേട്ടിട്ടുണ്ടോ? അതുപോലെ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇതൊരു ചെറിയ മരിച്ചെടുക്ക് പോലെ തന്നെയാണ്. നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. പിന്നെ അവരെ മാതാപിതാക്കൾക്കും തിരുവനന്തപുരം അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കഴിയുമ്പം വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഉത്തരം പറയണം. വിവാഹം എന്ന കൂദാശയുടെ മർമ്മപ്രധാനമായ കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ, എന്ത് നടക്കുമ്പോഴാണ് വിവാഹം നടക്കുന്നത്? ഞാൻ കുറച്ച് ഓപ്ഷൻസ് പറയാം. പിതാവ് പഠിപ്പിച്ച കാനലയോടൊക്കെ വിളിച്ചതിൽ ഓർത്തോ? 3-4 ഓപ്ഷൻസ് പറയാം, 4-5 ഓപ്ഷൻ പറയാം. 1 താലി കെട്ടുമ്പോൾ, 2 മോതിരം മാറുമ്പോൾ, 3 മന്ത്രകോടി അണിയിക്കുമ്പോൾ, 4 കുർബാന അർപ്പിക്കുമ്പോൾ, 5 അച്ഛന്റെ ആശീർവാദം നടക്കുമ്പോൾ, ഓർമ്മ 6 ഭക്ഷണം കഴിക്കും പുട്ടടിക്കുമ്പോൾ. ഇതിൽ ഏത് നടക്കുമ്പോഴാണ് കല്യാണം നടക്കുന്നത്? ഇതുവരെ 6ാമത്തെ ആശീർവാദം എന്ന് വിചാരിക്കുന്നൊരു കൈ കാണിച്ചേ. ഓക്കെ, താലികെട്ടാണെന്ന് വിചാരിക്കുന്നൊരു കൈ കാണിച്ചേ. ഓക്കെ, മോതിരമാണെന്ന് വിചാരിക്കുന്നൊരു കൈ കാണിച്ചേ. ചില എല്ലാത്തിനും കൈ കാണിക്കുന്നുണ്ട്. കുർബാന നടക്കുമ്പോഴാണെന്ന് വിചാരിക്കുന്നൊരു കൈ കാണിച്ചേ. എന്നാലേ ഒരു സൂത്രം പറയട്ടെ, ഞാനീ പറഞ്ഞ എല്ലാ ഓപ്ഷനും തെറ്റാണ്. ഇതൊന്നുമല്ല. വിവാഹത്തെ വിവാഹമാക്കുന്നത് ഈ പറഞ്ഞതൊന്നുമല്ല. കുറെ ആൾക്കാർ താലി കെട്ടുമ്പോഴാണ് കല്യാണം എന്നാണ്. അതുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? താലികെട്ടിന്റെ സമയമാകുമ്പോഴത്തേനും ആൾക്കാരൊക്കെ എത്തി വലിഞ്ഞു നോക്കുന്നു, വീഡിയോക്കാരനൊക്കെ ഓടി വരുന്നു. അങ്ങോട്ട് നമ്മളാണെങ്കിൽ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ഭയങ്കര ആഘോഷം നടക്കുന്നു, അല്ലെ? അവിടെയല്ല കല്യാണം നടക്കുന്നത്.
പ്രതിജ്ഞിക്കുമ്പോ സമ്മതം പറയാം. സമ്മതം പറയുമ്പോ കല്യാണം നടക്കുന്ന എവിടെയാണ്? പറയാൻ പോവാ. ഇപ്പൊ ഇത്ര നേരം പറഞ്ഞിട്ട് ചോദിക്കട്ടാ, ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ പരീക്ഷയ്ക്ക് വരട്ടെ, ചോദിക്കേണ്ടി അച്ഛന് ഓപ്ഷൻ തന്നില്ലായിരുന്നു. ഓപ്ഷൻ തന്നില്ലെങ്കിൽ സാധനം മാറോ? നിങ്ങൾ ഓപ്ഷൻ തരാൻ പറയുന്നുണ്ടേ. നോക്ക്, ശ്രദ്ധിച്ചേക്കെ. നോക്ക്, ഇതൊക്കെ വിവാഹത്തെ പൂർത്തീകരിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷെ വിവാഹം നടക്കുന്നത്, അഥവാ എന്ത് നടന്നാലാണോ കല്യാണം നടക്കുന്നത്, അഥവാ എന്ത് നടന്നില്ലേ കല്യാണം നടക്കാതിരിക്കുമോ, അത് എന്താണെന്നറിയാമോ? അതിന് വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ കൺസെന്റ് അഥവാ ഉഭയസമ്മതം. എഴുതി വെക്കാം. അതാണ് നിങ്ങളുടെ വിവാഹം. ഉഭയസമ്മതമാണ് നിങ്ങളുടെ വിവാഹം. ബാക്കിയൊക്കെ അതിനെ പൂർത്തീകരിക്കുന്ന ഘടകങ്ങളാണ്. ഉഭയസമ്മതം, മ്യൂച്വൽ കൺസെന്റ്, അത് നൽകുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് വിവാഹ ഉടമ്പടി. എഴുതിക്കൂ, വിവാഹ ഉടമ്പടി. അതാണ് വിവാഹം. അതിന് ഇംഗ്ലീഷിൽ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയും. ആ കൊടുക്കുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് ഉഭയസമ്മതം എന്നാണ്. ഈ 3 വാക്കുകൾ എഴുതിക്കൂ: ഉഭയസമ്മതം, മ്യൂച്വൽ കൺസെന്റ്, വിവാഹ ഉടമ്പടി. ഈ മ്യൂച്വൽ കൺസെന്റ് കൊടുക്കുന്നതാണ് വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത്. മനസ്സിലായോ? വിവാഹ ഉടമ്പടി. ആ ഉടമ്പടിയാണ് വിവാഹം. ഇനി ശ്രദ്ധിക്കണം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശുശ്രൂഷി ഇങ്ങനെ അനൗൺസ് ചെയ്യും: പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ഇത് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്? അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങൾക്കിത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കണം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അച്ഛൻ ആദ്യം ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദത്തിന് ഹവ്വായെ നൽകിയ ദൈവമേ, ജീവിത പങ്കാളി നൽകിയ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഭാര്യാഭർത്തക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അച്ഛൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ കൂദാശ പരികർമ്മം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. നിങ്ങളും പ്രാർത്ഥിക്കണം അച്ഛന് വേണ്ടി. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്: അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. നോക്ക്, അതിൽ 56-ാമത്തെ പേജിന്റെ മുകളിൽ അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ, സോ ദാറ്റ് ഐ ക്യാൻ ഗീവ് ഇറ്റ് ടു ദം. മനസ്സിലായോ? പ്രസാദവരം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഈ പ്രസാദവരം സമൃദ്ധമായി എന്നിൽ വർഷിക്കണമേ, അതുവഴിയായി എനിക്കത് അവർക്ക് നൽകാൻ പറ്റും. അപ്പോ ഈ കാർമ്മികൻ ഇത് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കണം: കർത്താവെ, ഈ പ്രസാദവരം ഈ വൈദികനിലേക്ക് സമൃദ്ധമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. കാരണം എന്നാണെന്നറിയാമോ? നിങ്ങളുടെ കല്യാണം കെട്ടിച്ച അച്ഛൻ എന്ന് പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും ഒരച്ഛനെ ഉണ്ടാകത്തുള്ളൂ. ആ അച്ഛന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനം ഉണ്ടാവണം. ആ അച്ഛനെ വിവാഹ വാർഷികത്തിനൊക്കെ ഒന്ന് വിളിക്കുകയോ പോയി കാണുകയൊക്കെ ചെയ്യണം. പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ അച്ഛൻ്റെ അടുത്തുകൊണ്ട് ആശീർവാദമൊക്കെ മേടിക്കാനും ആ ഒരു ബന്ധം വളർത്താനും ഒക്കെ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ പോയി കാണുകയും, വികാരിച്ചനെ കാണാം, ഈ അച്ഛനെയും കാണാം. അപ്പൊ ചെന്ന് കാണുകയും നിങ്ങൾക്ക് ഒരു ആത്മീയ ഗുരുവൊക്കെ ഉണ്ടാവട്ടെ. ഒരു അച്ഛൻ നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും ആശീർവാദം മേടിക്കും. കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ ഇത് കണ്ടു വളരും. അപ്പനും അമ്മ എന്ത് വിധേയത്തോടെ സ്നേഹത്തോടെയാണ് അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്നത്. അച്ഛൻ പറഞ്ഞൊക്കെ കേൾക്കുന്നു, അച്ഛൻ്റെ ആശീർവാദം സ്വീകരിച്ചു വരുന്നു എന്ന് കൊച്ചിന്റെ മനസ്സിലുണ്ടാകുമ്പോണ്ടല്ലോ, കൊച്ചിന്റെ മനസ്സിൽ വലിയൊരാൾ എന്നൊരു ബോധം ഉണ്ടാവും. അതെന്തിനാണ്ടാവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്? ബാഹ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കൊച്ചു കൈവിട്ട് പോകുമ്പം, നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത തെറ്റിലേക്ക് ആ കൊച്ചു പോകുന്ന കാണുമ്പം നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി. അച്ഛൻ പറയണത് വേദവാക്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആ കുഞ്ഞിലേ ഉണ്ടാവും. അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് ഏറ്റെടുക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് അജപാലന ശുശ്രൂഷയ്ക്ക് കുഞ്ഞുങ്ങളെ സമർപ്പിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഓക്കെ, പറഞ്ഞു വന്നതാണ് ഈ വൈദികനാണ് നിങ്ങൾക്ക് പ്രസാദവരം വർഷിക്കുന്നത്. അപ്പൊ അച്ഛൻ അതിനുവേണ്ടിയാ പ്രാർത്ഥിക്കുക: കർത്താവെ എന്നിൽ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നിട്ട് അത് നിങ്ങൾക്ക് തരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ തീവ്രമായി ഈ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ മേൽ പ്രസാദവരം നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അച്ഛൻ അത് നിങ്ങൾക്ക് തരും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? എന്നെ തല അത് കഴിയുമ്പോ നമ്മൾ ഈ വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നടക്കുന്ന സംഭവമാണ് വിവാഹം. ഇത് നടന്നാൽ വിവാഹം നടന്നു, ഇത് നടന്നില്ലേ വിവാഹം നടന്നില്ല. മനസ്സിലായോ?
സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് താലി കെട്ടുന്നത്. താലികെട്ടല്ല കല്യാണം. താലികെട്ടായിരുന്നു കല്യാണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊന്നും താലികെട്ടില്ലല്ലോ. അതല്ല കല്യാണം. കല്യാണം ഇനി നടക്കാൻ പോകുന്ന കാര്യമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അച്ഛൻ ഇങ്ങനെ ചോദിക്കും, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ, സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ. ഈ വാക്കുകൾ ശ്രദ്ധിച്ചേ. ഇതാണ് കല്യാണമേ, ഇതാണ് കല്യാണം. വരന്റെ പേര് വിളിച്ചു പറയാണ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും, ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. മിശിഹായ്ക്ക് വിവാഹത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ കോഴ്സ് മുഴുവൻ പഠിപ്പിക്കുന്നത്. അത് പഠിക്കാതെ പോകുന്ന ഒരാളുടെ കല്യാണം അസാധുവായി പോകും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് പഠിക്കേണ്ടി വരുന്നത്. രണ്ട്, തിരുസഭയുടെ ക്രമം എന്താണ്, വിവാഹത്തെ സംബന്ധിക്കുന്ന സഭയുടെ പ്രബോധനം എന്താണ്, സഭ എങ്ങനെയാണ് അത് നടത്തുന്നത് എന്നതിനെക്കുറിച്ച് അറിവോടുകൂടെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും പൂർണ്ണമായും അറിഞ്ഞ്, രണ്ടാമത്തേത് സ്വതന്ത്രമായ മനസ്സോടും. സ്വതന്ത്രമായ മനസ്സ് എന്താണത്? ആരും നിർബന്ധിക്കാത്ത മനസ്സ് എന്നാണ് അതിന്റെ അർത്ഥം. ആരും നിർബന്ധിക്കാത്ത മനസ്സ് എന്ന് പറയുമ്പം അതിനിങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കണം. ഒന്നും നിർബന്ധിക്കാത്ത മനസ്സ് എന്നും കൂട്ടിച്ചേർത്ത് വായിക്കണം. അതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലായോ? അതായത് നിങ്ങളെ ഒരാൾ നിർബന്ധിച്ചിട്ട് കല്യാണം കഴിക്കാൻ പറയുന്നു എന്നുള്ള പോലെ തന്നെ മറ്റൊരു മേഖലയാണ്, ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ അയർലൻഡിൽ പോകാം, അതുകൊണ്ട് ഇവളെ കെട്ടിയേക്കാം. അപ്പൊ അയർലൻഡാണ് നിന്നെ നിർബന്ധിക്കുന്നത് അവളെ കെട്ടാൻ. അല്ലെങ്കിൽ ബിസിനസ് ആകെ തകർന്നു നിൽക്കുകയാണ്, ഇവളെ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടുമെന്ന് പിടിച്ചു നിൽക്കാൻ തൽക്കാലത്തേക്ക്. അപ്പൊ ആ ദയനീയാവസ്ഥയാണ് ഇവളെ കെട്ടാൻ നിന്നെ നിർബന്ധിക്കുന്നത്. അങ്ങനെ ആവരുത്. ആരും ഒന്നും നിങ്ങളെ നിർബന്ധിച്ചുകൂടാ. അങ്ങനെ നിർബന്ധിച്ചാൽ എന്ത് പറ്റും? നിർബന്ധിച്ചാൽ നിങ്ങളുടെ വിവാഹം ഇല്ലാതായി പോകും. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേണ്ട, ഇപ്പൊ തന്നെ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു തങ്ങ് പോയേക്കാം. നോക്ക്, വിവാഹത്തെ വിവാഹമാക്കുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പിതാവ് നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, എന്ത് കാരണമുള്ളപ്പോഴാണ് നിങ്ങൾക്ക് വിവാഹമോചനം കിട്ടാവുന്നത്? എന്ത് പ്രശ്നമുള്ളപ്പോഴാണ് വിവാഹമോചനം കിട്ടാവുന്നത്? ഡെന്നിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെന്നിൽ പറഞ്ഞു, മാനസിക പ്രശ്നം ഉണ്ട്, വിവാഹമോചനം കിട്ടും. പിന്നെ നിർബന്ധിച്ച് കല്യാണത്തെ വിവാഹമോചനം കിട്ടും. പിന്നെ പൂർണ്ണ സമ്മതം അല്ലാതെ. മെജോ, മുന്നേ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. മുന്നേ വിവാഹം. നിങ്ങളെയൊക്കെ ഇടിച്ച് സൂപ്പാക്കും. എന്റെ കൂടെ പറ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല. 10 പ്രാവശ്യം പറയാം. പൊസിഷനാ പറഞ്ഞു. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം ഒന്നില്ല. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം ഒന്നില്ല. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം ഒന്നില്ല. പരിശുദ്ധ എന്നൊന്നില്ല. വിവാഹമോചനം ഒന്നില്ല. ഇത് നാലും മറന്ന ഈ ചോദ്യമൊക്കെ തെറ്റിച്ച കോഴ്സ് വേണ്ടി ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം തെറ്റിച്ചാണ്ടല്ലോ, നിങ്ങളേക്ക് എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടി ഒന്നടങ്കം സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തിരിച്ചുകൊണ്ട് വന്നതായിരുന്നു. കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല. എന്തുകൊണ്ടില്ല? ഉത്തരം ഇതാണ്. ഈശോ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. യോജിപ്പിച്ചത് ആരാണ്? ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം തിരുവചനം 19:6. ഞാൻ 18 പറഞ്ഞു, 19:6. ദൈവമാണ് യോജിപ്പിച്ചത്, മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. വിച്ച് മീൻസ്, ഓക്കെ, ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പാപത്തിന് പോലും മോചനം കൊടുക്കാൻ വൈദികർക്ക് ദൈവം അനുവാദം കൊടുത്തെങ്കിൽ വിവാഹത്തിന് മോചനം കൊടുക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല.
അതുകൊണ്ട് വിവാഹം മോചനം എന്നൊരു കാര്യമില്ല. കെട്ടിയതാ. അത് അറിഞ്ഞിട്ടേ ഇതിന് നിൽക്കാവുള്ളൂ. കെട്ടിക്കഴിഞ്ഞ പിന്നെ പുറകോട്ടൊരു പോക്കില്ല. ഇറ്റ്സ് എ ലീപ്പ്. അങ്ങോട്ട് ചാടിയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റത്തില്ല എന്നോർത്തിട്ട് വേണം ചാടാൻ. മനസ്സിലായാലോ? അയ്യോ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞേക്കരുത്. എന്ത് സാഹചര്യം വന്നാലും ഇതിൽ നിന്നൊരു പിന്തിരിഞ്ഞു പോക്കില്ല. ഇനി അപ്പൊ അങ്ങനെയാണ് രൂപതാ കോടതിയിൽ എന്താ ചെയ്യുന്നത്? വിവാഹം നടന്നോ എന്ന് പരിശോധിക്കലാണ് രൂപതാ കോടതി ചെയ്യുന്നത്. കല്യാണം നടന്നായിരുന്നോ? അതെങ്ങനെയാണ്? നടക്കാണ്ടിരിക്കും. ഇപ്പൊ മാനസിക രോഗമുള്ള ഒരാൾ, അതാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. മാനസിക ഒരാൾ, അയാൾക്ക് എന്താ കുഴപ്പം? അയാൾക്ക് സാധുവായ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ പറ്റത്തില്ല, അല്ലെ? നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ഒരപ്പൻ മാനസിക രോഗിയായ അപ്പൻ തന്റെ സ്വത്തെല്ലാം ഒരു അനാഥാലയത്തിന് എഴുതി വെച്ചിട്ടങ്ങ് മരിച്ചു. മക്കൾ കൊണ്ട് കേസ് കൊടുത്തു. കോടതി എന്ത് ചെയ്യും? അത് മക്കൾക്ക് തിരിച്ചു കൊടുക്കും. കാരണം എന്താണ്? ഈ മനുഷ്യൻ മാനസിക സ്വസ്ഥത ഇല്ലാതിരുന്ന സമയത്താണ്, ബാലൻസ് ഇല്ലാതിരുന്ന സമയത്താണ് അത് എഴുതിയത്. അതുകൊണ്ട് അത് സ്ഥിരതയോടുകൂടെ ചെയ്തതല്ല എന്ന് കോടതി മനസ്സിലാക്കുകയും അതിനെ അസാധുവാക്കുകയും ചെയ്യും. ആ എഗ്രിമെന്റ് അസാധുവാക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, പാവം അതിന് രോഗം വന്നു, അതിന്റെ കുഴപ്പം കൊണ്ടല്ലോ, അതിന് കല്യാണം കഴിച്ചാൽ കുഴപ്പം എന്ന് വിചാരിക്കും. അതിന് കുഴപ്പം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്താ പ്രശ്നം? അയാൾക്കത് പറ്റില്ല. നമ്മൾ അനുവദിച്ചാലും ആൾക്കത് പറ്റില്ല. ഒരു പെണ്ണ് പറയാണ്, എനിക്ക് മാനസികരോഗിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവനെ കൊണ്ട് അത് പറ്റില്ല. അപ്പൊ കല്യാണം ഉണ്ടാവില്ല. അതുപോലെ ബുദ്ധിമാന്ദ്യമുള്ള ഒരാൾ, വിവാഹം ഉണ്ടാവില്ല. നേരത്തെ ഒരു കല്യാണം കഴിഞ്ഞാൽ രണ്ടാമത് പറയാം, എനിക്ക് ഇനിയും കല്യാണം കഴിക്കാൻ സമ്മതമാണ്, ആ കല്യാണം ഉണ്ടാവില്ല. അപ്പൊ അതാണ് വിവാഹത്തെ, അതിന് വിളിക്കുന്ന പേര് അസാധു ആവുക എന്നാണ്. ഇംഗ്ലീഷിൽ നൾ ആൻഡ് വോയിഡ് എന്ന് പറയും. എഴുതി വെച്ചു, NULL ആൻഡ് വോയിഡ്. അതാണോ എന്ന് പരിശോധിക്കലാണ് കോടതി ചെയ്യുന്നത്. രൂപതാ കോടതിയിൽ എന്താ ചെയ്യാ? അവിടെ നിങ്ങൾ വിചാരണ ചെയ്യും, എല്ലാ ഡീറ്റെയിൽസ് എടുക്കും, ഒത്തിരി മൊഴികൾ രേഖപ്പെടുത്തും, അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതൊക്കെ നടത്തും. ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ആ വിചാരണ എല്ലാം കൊടുക്കുമ്പോൾ ഉത്തരം ഉണ്ടാവും, മൊഴികളെല്ലാം കൂടെ. എന്നിട്ട് അത് മുഴുവൻ വിശദമായി പഠിച്ചിട്ട് ജഡ്ജ്മെന്റ് എഴുതുമ്പോൾ ഇങ്ങനെ ജഡ്ജ്മെന്റ് കാര്യകാരണങ്ങളൊക്കെ എഴുതി വന്നിട്ട് അതിന്റെ കൺക്ലൂഷനിൽ ഇങ്ങനെ എഴുതും, ഇന്ന കാരണത്താൽ ഇവരുടെ വിവാഹം അന്ന് നടന്നിരുന്നില്ല, ഇവർ സ്വതന്ത്രരായ വ്യക്തികളാണ്, അതുകൊണ്ട് അവർക്ക് ഇനി വേറെ കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ ഇവരുടെ വിവാഹം അന്ന് നടന്നിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ഇനി പിരിയാൻ പറ്റില്ല. ഇതാണ് വെർഡിക്റ്റ്. ഇതാണ് രൂപതാ കോടതിയിൽ നടക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഓർക്കും, കല്യാണം നടന്ന് ഞങ്ങൾ കണ്ടതല്ലേ ശരിക്കും. ഇപ്പൊ നമ്മൾ പറയാം സ്വതന്ത്രമായ മനസ്സ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം പറയാം. ഒരു പാവപ്പെട്ട വീട്ടിലെ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വയ്യ, അതിന് കുറെ അസുഖമൊക്കെ, അയാൾ ഇച്ചിരി പണിക്കൊക്കെ പോയിട്ടാണ് വീട്ടിൽ കഞ്ഞൂടിയൊക്കെ നടക്കുന്നത്. വീട്ടിലൊന്നും സ്ത്രീധനൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആരും കെട്ടാനും വന്നില്ല. ഇത് ഇങ്ങനെ നിൽക്കുക. 10-34 വയസ്സായി. അപ്പൊ ഈ കൊച്ചിന് അമ്മയ്ക്കാണ് ഒരു ആൾക്ക് നാൾ ക്ഷീണിച്ചു വരുന്നതുകൊണ്ട് അമ്മയ്ക്ക് പേടി, സങ്കടം, ഇതിനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചേൽപ്പിക്കാതെ എങ്ങനെയാ മരിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് സങ്കടം. അപ്പൊ ആരും വരുന്നില്ല. എല്ലാവർക്കും സ്ത്രീധനം വേണം, വലിയ കുടുംബം വേണം, ഇതൊക്കെയാണ് പ്രശ്നം. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലെ ഒരു വലിയ ഗുണ്ട അവൻ വന്നിട്ട് പറഞ്ഞു, തള്ളേ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ കെട്ടിക്കോളാം, എനിക്ക് കാശൊന്നും വേണ്ട എന്ന് പറഞ്ഞു. കാരണം ഇവനും ആരും കെട്ടാതെ ഇങ്ങനെ നടക്കുവാണ്. അപ്പൊ അമ്മ കുറെ ആലോചിച്ചു. എന്നിട്ട് ഇവളുടെ അടുത്ത്, എടി ഞാൻ ഒരു കാര്യം പറഞ്ഞൊന്നും വിചാരിക്കരുത്, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, നീ ചുമ്മാ അത് കേക്ക്. അതെ, നമ്മുടെ ഈ ഗുണ്ടയില്ലേ, ഇവൻ നിന്നെ കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അഭിപ്രായം എന്നാ? അപ്പൊ ഇവളി നോട്ട് പറഞ്ഞു, അമ്മ എന്നെ ഈ പറയുന്നേ, അമ്മയ്ക്ക് എന്നെ പ്രാന്താണോ, ഒരു ആളെ കണ്ടുപിടിച്ചു അപ്പൊ അമ്മ എവിടുന്ന് എന്ന് പറഞ്ഞു. അമ്മ പോയി. അല്ല, അമ്മയുടെ മനസ്സിൽ കിടക്കണ്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇയാൾ വന്നിട്ട് പറഞ്ഞു, അള്ളേ ഞാൻ എന്നാലും പറഞ്ഞത് കേട്ടില്ലേ, ബലം ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞു, എനിക്ക് വേറെ നേരമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നടത്തി തരാം, നിങ്ങൾ ആരും ഒരു കാര്യം നോക്കിയിരിക്കുകയാണ്, ഞാൻ നോക്കിക്കോളാം, അവളെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു ഇയാൾ 2 ഗുണ്ടായിസൊക്കെ പറഞ്ഞു. അപ്പൊ ഈ അമ്മ വന്നിട്ട് പറഞ്ഞു, എടി മോളെ നീ അങ്ങ് സമ്മതിക്കേ, അവനിപ്പോ എന്നാ ഒരു കുറവ്, അവൻ ഇച്ചിരി പെണ്ണ് പിടിക്കും, ഇച്ചിരി കള്ളു കുടിക്കുന്നല്ലേ ഉള്ളൂ, അത് നീ വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്ന കാര്യമുള്ളൂ, അതുകൊണ്ട് നീ അങ്ങ് സമ്മതിക്കുക. അമ്മ മിണ്ടാണ്ടിരുന്നോണം, ഞാൻ ഇവിടെ തൂങ്ങി ചാവത്തുള്ളൂ, ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ പറഞ്ഞ, ഞാൻ ഇവിടെ ഇറങ്ങിപ്പോക്കോളാം, അമ്മയ്ക്ക് എന്നെ അത്ര ശല്യമായോ എന്നൊക്കെ പറഞ്ഞു. ഇവള് ഭയങ്കര ചീർ. അമ്മയും തിരിച്ചാട്ടാൻ പറഞ്ഞു, എന്നെ ഇവിടെ രാജകുമാരൻ വരും പറഞ്ഞാണ് നീ നോക്കിയിരിക്കുന്നത്, ഇവിടെ ഇരുന്നോ, ഞാൻ ചത്തു, പിന്നെ നിന്റെ കാര്യം എന്താ, നാട്ടുകാരിൽ എന്നെ പറയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അമ്മയും കുറയാൻ പോവാ. അമ്മ 2 പേരും മിണ്ടാണെങ്കിൽ അമ്മ എന്ത് ചെയ്യുന്നറിയോ, അമ്മ കടയിൽ പോയിട്ട് കുറച്ച് കയറ് മേടിച്ചിട്ട് വന്നു. എന്നിട്ട് അത് മേശപ്പുറത്തോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഒരു കുടുക്കം ഉണ്ടാക്കി കെട്ടിയിട്ട് മേശപ്പുറത്തോട്ട് വെച്ച് പറഞ്ഞു, ഞാനേ തീരുമാനിച്ചു, എനിക്കിങ്ങനെ പോകാൻ പറ്റില്ല, ഞാൻ ഉടനെ തന്നെ മരിക്കും, നിന്നെ ഇങ്ങനെ ആക്കിയിട്ട് മരിക്കാൻ എനിക്ക് പറ്റില്ല, എനിക്ക് എന്റെ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റണം. ഞാൻ അച്ഛന്റെ അടുത്ത് പോയിട്ട് ഡേറ്റ് പറയാൻ പോകാൻ, ഞാൻ അവനോടും പറയുന്നു, ഞാൻ അച്ഛന്റെ അടുത്ത് ഡേറ്റ് പറയാൻ പോവാണ്, 27-ാം തീയതി ഡേറ്റ് പറയാൻ പോവാണ്. 27-ാം തീയതിക്ക് മുമ്പ് നിനക്ക് വേണം അച്ഛന്റെ അടുത്ത് പോയി പറയാം, നിന്റെ സമ്മതം കൊണ്ടല്ലെന്ന്. ഉറപ്പായിട്ടും അച്ഛനെ സമ്മതിക്കത്തുമില്ല, കല്യാണം നടക്കുകയില്ല, നിന്റെ ഇഷ്ടം. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യും, ഞാൻ ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങി ചാവും, എന്റെ ബോഡിയെ കടന്ന് നിനക്ക് എങ്ങോട്ടാച്ചാ പോകാം, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഒന്നുകിൽ അന്ന് എന്റെ ശവടപ്പ്, അല്ലെ നിന്റെ കല്യാണം. അവളെ സംബന്ധിച്ച് 2 ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്.
അവക്ക് മനസ്സിലായി അമ്മ പറഞ്ഞതാണ്, അമ്മയുടെ സിറ്റുവേഷൻ അതാണ് നമുക്ക് മനസ്സിലായി. അല്ലാണ്ട് അമ്മയ്ക്ക് വേറെ മാർഗമില്ല. ഇവള് എന്തേലും ആട്ടെ എന്നും വിചാരിച്ച് മിണ്ടാണ്ട് നിന്നു. അങ്ങനെ 27-ാം തീയതി വന്നു. പ്രീക്കാനിക്കൊക്കെ പോയി എല്ലാം കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷെ വീട്ടിലെ സ്ഥിതി ഇതാണ്, ഒരു മാർഗമില്ല. ഇവള് തിരിച്ചു വന്നു. കല്യാണത്തിൽ അച്ഛൻ ചോദിച്ചു, ഈ നിൽക്കുന്ന ഗുണ്ടയെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണ്? അവൻ പറഞ്ഞു സമ്മതമാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞു പോയി. ഇവളുടെ കല്യാണം നടന്നോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ സമ്മതം കൊടുത്തത് അവളല്ല, അമ്മയാണ്. അതായത് ഇവളെ ഈ ഗുണ്ടയെ കല്യാണം കഴിക്കാൻ ആകെ സമ്മതമുള്ള ആർക്കാണ്? അമ്മയ്ക്കാണ് സമ്മതം, അവനല്ല, അവക്കല്ല. അതുകൊണ്ട് ഇത് വിചാരണയ്ക്ക് വരുവാന്ന് വിചാരിച്ചു. അത് വന്നു കഴിയുമ്പോൾ സഭാ കോടതി പരിശോധിച്ചിട്ട് ഡിക്ലെയർ ചെയ്യും ഇത് അവളുടെ സമ്മതമായിരുന്നില്ല, അതുകൊണ്ട് അത് അസാധുവാണ്. എന്നാൽ ഇതിന് മറുവശമുണ്ട്. കല്യാണം അവർക്ക് സമ്മതം അല്ലായിരുന്നപ്പോൾ ഈ കേസിൽ മാത്രം അതിന് വ്യത്യാസമുള്ളത്. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ പണ്ടത്തെ ഗുണ്ടയല്ല, ഇവൻ ഡീസന്റ് ആണ്, ഇവൻ കുഴപ്പമില്ല, ഇഷ്ടമായി. അപ്പൊ എന്തുണ്ടാവും? അത് ഓട്ടോമാറ്റിക്കലി സാധുവായി മാറും. ഈ കാര്യത്തിൽ മാത്രം. മാനസിക വൈകല്യം ഒന്നും ഇങ്ങനെ സാധുവായി മാറില്ല. ഇതാ നിങ്ങളോട് പറഞ്ഞാൽ ഞാനൊരു കഥ കൂട്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, യാതൊരു നിർബന്ധവും ഇല്ലാതെയാണെന്നും അതുകൊണ്ടാണ് പൂർണ്ണമായ സ്വതന്ത്രമായ മനസ്സോടും 2 പൂർണ്ണമായ സമ്മതത്തോടും കൂടെ കുഴപ്പമില്ല എന്നും പറഞ്ഞൊന്നുമല്ല കല്യാണത്തിന് പോകുന്നത്. അത് സാധുവാവില്ല. പൂർണ്ണമായ സമ്മതം, പൂർണ്ണമായ സ്വതന്ത്രമായ മനസ്സ്, വിവാഹത്തെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ്, ഈ 3 കാര്യങ്ങൾ വേണം കല്യാണത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ അച്ഛൻ ഇങ്ങനെ ചോദിക്കും, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഇന്നയാളെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? ആ സമയത്ത് നീ കൊടുക്കുന്ന മറുപടിയാണ് നിന്റെ വിവാഹം. മനസ്സിലായോ? ആ ചോദ്യത്തിന് നീ കൊടുക്കുന്ന മറുപടിയാണ് നിന്റെ വിവാഹം. അതിനെ പൂർത്തീകരിക്കൽ മാത്രമാണ്, അതിന്റെ അടയാളം ധരിപ്പിക്കൽ മാത്രമാണ് താലികെട്ടൽ. ഈ മറുപടിയാണ് നിന്റെ വിവാഹം, മറക്കാൻ പാടില്ല. ശ്രദ്ധിച്ചോ? മറക്കോ ഇത്? ഇല്ല. അപ്പൊ എന്നാണ് മറുപടി കൊടുക്കേണ്ടത്? മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ സ്വീകരിക്കുന്നു. 2 വാക്കുകളുണ്ട്. അത് ഒന്ന് ഫസ്റ്റ് പേഴ്സൺ ആണ്, ഞാൻ, എന്നെ കുറിച്ചാണ് പറഞ്ഞത്, അത് എന്റെ വാക്കാണ്, ഞാനാണ് ഇത് ചെയ്യുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ സ്വീകരിക്കുന്നു. അല്ലാണ്ട് അച്ഛനെ ചോദിക്കുമ്പോ ഓ പാലക്കാട് ശൈലിയിലേ തന്നെ ആന്ന് എന്നൊന്നും പറയാൻ നിൽക്കരുത്. മനസ്സിലായോ? അച്ഛൻ ചോദിക്കാൻ പറയേണ്ട വാക്കുകൾ ഇതാണ്, ഞാൻ സ്വീകരിക്കുന്നു. ആ വാക്കുകളൊന്ന് പറഞ്ഞേ. ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ ചോദിക്കാം, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഇയാളെ നിന്റെ ഭാര്യ അഥവാ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? ഞാൻ സ്വീകരിക്കുന്നു. ബോധ്യത്തോടു കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാനാണ് പറയുന്നത്, ഞാൻ പറയുന്നത് ഞാൻ സ്വീകരിക്കുന്നു എന്നാണ്. പറഞ്ഞേ, ഞാൻ സ്വീകരിക്കുന്നു. ഇത് ഉറക്കെ സമൂഹത്തിന് മുൻപിൽ പറയണം. യെസ് എന്നൊന്നും അല്ല പറയേണ്ടത്. ഈ 2 വാക്കുകൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. മറക്കുവോ? കല്യാണം കഴിഞ്ഞവർ ഇങ്ങനെയാണോടാ പറഞ്ഞത്? അതോ ഓ തന്നെ, അല്ലാണ്ട് പിന്നെ എന്തിനാ അച്ഛൻ വന്നേ? നോക്ക്, ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വധുവിന്റെ പേര് വിളിച്ച് ഇതുപോലെ തന്നെ ചോദിക്കും, സ്വീകരിക്കുന്നു എന്ന് ചോദിക്കും. ഇതിന് എന്തുകൊണ്ടാണ് മ്യൂച്വൽ കൺസെന്റ് എന്ന് വിളിക്കുന്നത്? ഉഭയസമ്മതം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നോട്ട് ചെയ്ത് വെച്ചോളൂ. ഉഭയസമ്മതം എന്ന് വിളിക്കാൻ കാരണം അവൾ സമ്മതം കൊടുക്കുകയും അവൻ അത് സ്വീകരിക്കുകയും ചെയ്യും. രണ്ടാമത് അവൾ സമ്മതം കൊടുക്കുകയും അവൻ അത് സ്വീകരിക്കുകയും ചെയ്യും. പിടികിട്ടിയോ? കൊടുക്കലുമുണ്ട് സ്വീകരിക്കലുമുണ്ട് 2 പേരുടെ ഭാഗത്ത്. അതുകൊണ്ടാണ് അതിനെ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്നത്. കൊടുക്കുന്നു മേടിക്കുന്നു, കൊടുക്കുന്നു മേടിക്കുന്നു, ഈ 2 പ്രവൃത്തികൾ നടക്കുന്നു. അതുകൊണ്ടാണ് 4 പ്രവൃത്തി നടക്കുന്നത് 2 പേരുടെ ഭാഗത്തോട് കൂടി. അതുകൊണ്ടാണ് ഇതിനെ മ്യൂച്വൽ കൺസെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് കഴിയുമ്പോൾ അച്ഛൻ ചോദിക്കും, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ചോദിക്കും. അപ്പൊ അവിടെ ആരെയും കാണിയല്ല. അപ്പൊ എന്തുണ്ടാവും? അവിടെ നിൽക്കുന്ന ആരെങ്കിലും, അവിടെ നിൽക്കുന്ന ഏതൊരു അപ്പാപ്പൻ ഒരൊറ്റ എന്ത് വെച്ച് കൊടുക്കും. അപ്പാപ്പൻ ചാടി മുമ്പോട്ട് വരും. അപ്പം ചോദിക്കും, നിങ്ങൾ ഇന്ന് സാക്ഷികളാണല്ലോ. അപ്പാപ്പൻ ഇങ്ങനെ അന്തം വിട്ട് എന്ന് പറഞ്ഞു. ഇത് പല സ്ഥലത്തും കാണാറുള്ള ഒരു കാഴ്ചയാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ വരരുത്. ഞാനിത് എത്ര പറഞ്ഞു കൊടുത്താൽ ആ നേരത്തെ ആരാണോ നിങ്ങളുടെ വിവാഹത്തിന്റെ സാക്ഷി അയാളെ പറഞ്ഞ് ഉറപ്പിച്ചു വെച്ച് നിങ്ങളുടെ 2 സൈഡിലും നിർത്തണം. അപ്പനും അമ്മയും അല്ല നിൽക്കേണ്ടത്, അവിടെ തൊട്ടടുത്ത് നിൽക്കേണ്ടത് ശരിക്കും സാക്ഷികളാണ്. അവരുടെ അപ്പുറത്ത് അവരൊക്കെ നിന്നോട്ടെ, പുറകിലൊക്കെ ആയിട്ട് നിന്നോട്ടെ.
ഈ വിവാഹ ഉടമ്പടിക്ക് സഭയുടെ നാമത്തിൽ സാക്ഷികളാകേണ്ടവരെ നിർത്തണം. അവരോട് വാ തുറന്ന് അതെ എന്ന് പറയണമെന്ന് പറഞ്ഞേൽപ്പിക്കണം. മനസ്സിലായോ? നിങ്ങൾ നോക്കിക്കോ, മിക്ക കല്യാണത്തിനും നടക്കില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കുക. അച്ഛൻ ഇങ്ങനെ നോക്കും, സാക്ഷിയൊന്നും ഇല്ലേ? അപ്പൊ ആൾക്കാർ വിളിച്ചു, അപ്പാപ്പനെ വിളിച്ചു, ഒറ്റ കുന്നിച്ചു, അപ്പാപ്പൻ ചാടി മുമ്പോട്ട് വരും. ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണത്തിന് ഈ ദയനീയാവസ്ഥ സംഭവിക്കരുത്. കല്യാണം കഴിഞ്ഞവരുടെ കാര്യം അങ്ങനെയായിരുന്നോ? ശരി. ഇത് കഴിയുമ്പം അച്ഛൻ ഇങ്ങനെ പറയും, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ എന്ന് പറയും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഷേക്ക് കൊടുക്കും അല്ലെ? ഹായ് മൈ ഡിയർ വൈഫ്. ഷേക്ക് ഹാൻഡ് അല്ല. എന്താ പറഞ്ഞേ? എല്ലാം പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നോട് പറഞ്ഞല്ലേ, ഞാൻ കേട്ടില്ല. നോക്ക, വലതുകരം ചേർത്ത് പിടിക്കുവിനെന്ന് പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ വലതുകരം ചേർത്ത് പിടിക്കും. അത് ഷേക്ക് ഹാൻഡ് അല്ല. ഷേക്ക് ഹാൻഡ് വിടുന്ന സമയമല്ല. ചില ആൾക്കാർ ഹായ് കല്യാണം കഴിയുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിനിമയിലെ കാണാറുണ്ട്. ഇത് ഷേക്ക് ഹാൻഡ് അല്ല. പകരം എന്താണ്? ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒരു ശരീരമായി ചേർന്നു എന്നും പറഞ്ഞ് ഒപ്പിച്ച് വെക്കുന്നതാണ്. കുറച്ച് ഫെവിക്വിക്കും കൂടി ഇടുന്നത് നല്ലതാണ്. ഇട്ടിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച പോലെ നിങ്ങൾ ഇനിമേൽ രണ്ടല്ല ഒരു ശരീരമാണ്. ഇതിങ്ങനെ ചേർത്ത് പിടിച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഹാർട്ട് പോലെ ഉണ്ടാവും, ഒരു ഹൃദയം പോലെ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണത് ചേർത്ത് വയ്ക്കും. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ ഇങ്ങനെ പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ച് ആശീർവദിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ചേർക്കപ്പെട്ടിരിക്കുന്ന കരങ്ങളെ ആശീർവദിക്കും. എന്നിട്ട് എന്ത് പറ്റും? ആ സമയത്ത് എന്ത് പറ്റും? ഈ ആശീർവദിച്ച് കഴിയുമ്പം അച്ഛൻ ആനാമ്പള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾ കൈയൊക്കെ വിട്ടിട്ട് ആഘോഷമായിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും. അവിടെ ഇരുന്ന് ആരാണ്ട് വർത്താനം പറയുന്നുണ്ട്. ആരാ അത് വർത്താനം പറയുന്നത്? ക്ലാസിന്റെ നിരക്ക് ഓണാക്കി വെച്ച് വർത്താനം പറയാനുള്ള ധൈര്യം ലിൻഡോ തോമസ്. ശരി, നോക്ക്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ ആനാമ്പള്ളം എടുക്കാനായിട്ട് പോകും. അപ്പോ നിങ്ങൾ കൈയൊക്കെ വിട്ടിട്ട് കുശാലായിട്ട് നിൽക്കണ്ടാവും. അച്ഛൻ ആനാമ്പളമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. പിടിക്കടാ കൈ എന്ന് പറഞ്ഞ് വീണ്ടും പിടിപ്പിച്ചിട്ട് വേണം അച്ഛൻ ആനാമ്പളം തെളിക്കാൻ. അതുകൊണ്ട് മറക്കരുത്, ഇത് ചേർത്ത് പിടിച്ച് തന്നെ നിൽക്കണം ആനാമ്പളം തെളിച്ച് കഴിയുന്നത് വരെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വേറെ പരിപാടിക്ക് പോകുന്നതും ഇരുന്നുറങ്ങുന്നവരും കേട്ട് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവരെ കല്യാണം കഴിക്കുന്നവര് ഇങ്ങനെ മറ്റേ കയ്യിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചേക്കണം. ഊരിക്കൊണ്ട് പോകാൻ നോക്കും. മുൻപോട്ട് അവിടെ ഒന്നെന്ന് പറഞ്ഞിട്ട് മുറുക്കി പിടിച്ച് അവിടെ വച്ചേക്കണം. ഇല്ലെങ്കിൽ ഇവൻ അത് ഊരിക്കൊണ്ട് പോകും. ഇങ്ങോട്ട് കിടന്ന് വേറെ വർത്താനൊക്കെ പറഞ്ഞിട്ടിരുന്നിട്ട് ആ സമയത്ത് ഊരിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അച്ഛൻ വന്ന് അതിന്മേൽ ആനാവെള്ളം തെളിച്ച് നിങ്ങൾ ഒന്നായി ചേർന്നിരിക്കുന്ന അവസ്ഥയെ വിശുദ്ധീകരിക്കും. ഓക്കെ. അത് കഴിയുമ്പം പിന്നെ അതിന്റെ അടയാളങ്ങൾ ധരിപ്പിക്കാൻ തുടങ്ങും. താലികെട്ട്, മോതിരമാറൽ, ഇങ്ങനത്തെയൊക്കെ. അപ്പൊ ആളുകൾ വിചാരിക്കുന്നു ഇപ്പോഴാ കല്യാണം നടക്കാൻ പോണെന്നാണ്. സത്യത്തിൽ കല്യാണം എല്ലാം കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പോലും വിചാരിച്ചിരുന്നത് കല്യാണം നടക്കുന്നത് താലി കെട്ടുമ്പോഴാണെന്നല്ലേ? അല്ലേ? അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് വിചാരിച്ചത് ആരെങ്കിലും ഉണ്ട്? എന്നെ കൈ കാണിക്കാവോ? സന്തോഷമായി. നോക്ക്, ഇനി താലി, മുതിരം, മന്ത്രകോടിയൊക്കെ വെഞ്ചരിക്കുവാണ്. ഇത് വെഞ്ചരിക്കുന്ന പ്രാർത്ഥന കേട്ടാൽ അറിയാം ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദിക്കും ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ചോദിക്കും. അതിനുകൂടെ വേണ്ടിയിട്ടല്ല, നിങ്ങളിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ധരിപ്പിക്കുന്ന ആ കാര്യം അത് എന്തിന്റെ അടയാളമാണെന്ന് നിങ്ങൾ അറിയണം. അതിനുവേണ്ടി കേൾപ്പ്. താലി വെഞ്ചരിപ്പ്, കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ്. കുരിശുമരണത്തെ ഓർമ്മിപ്പിക്കുക, കാരണം താലിയിൽ ഒരു കുരിശുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കഴിയുമ്പോൾ അവസാനം പറയാം, അടുത്ത ക്ലാസ്സിൽ പറയും. സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. അപ്പൊ താലി എന്താ ചെയ്യുന്നത്? വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുകയാണ് താലി ചെയ്യുന്നത്. താലിയുടെ ദൗത്യം അതാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും ഇവരെ ഒന്നിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ അമ്മമാർക്കൊക്കെ താലിയെങ്ങാനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതുങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കണ കാണാറില്ലേ? കാരണം അവരെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഒന്നിപ്പിച്ചത് ആ താലിയാണ്. അതുകൊണ്ട് നമ്മൾ അതിനേക്കാളും എന്നാ വലിയ തങ്കം പൊതിഞ്ഞ താലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാവത്തില്ല. അവരെന്നാലും എന്റെ താലി പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കും. കാരണം അവരെ ഒന്നിപ്പിച്ചത് ആ താലിയാണ്. ആ താലിയെ ആശീർവദിക്കണമേ എന്ന് പറഞ്ഞ് അച്ഛൻ ആ താലിയെ ആശീർവദിക്കും. അത് കഴിഞ്ഞ് ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ.
ഐക്യത്തിന്റെ പ്രതീകമാണ് താലി. താലി എന്തിന്റെ പ്രതീകമാണ്? മറക്കുമോ ഇതൊക്കെ? എഴുതി വെച്ചു പോകും. ഐക്യത്തിന്റെ പ്രതീകമാണ് താലി. ആ താലി ഇവരെന്ത് ചെയ്യണം? പൂർണ്ണമായ വിശ്വസ്തതയിലും വിഭജിക്കാൻ പറ്റാത്ത സ്നേഹത്തിലും ബന്ധിക്കട്ടെ. അതുകൊണ്ടാണ് ഈ മാലയിലെ കണ്ണികൾ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് പോലെ ബന്ധിക്കുന്നു. താലി കെട്ടുമ്പോൾ അർത്ഥമാക്കുന്നതാണ് ഐക്യത്തിൽ ബന്ധിക്കുകയാണ് രണ്ടുപേർ തമ്മിൽ. സത്യത്തിൽ ഈ താലിയുടെ ചരട് പുരുഷനാണ്. അവനാണ് അവളെ ഇങ്ങനെ ചേർത്ത് ബന്ധിക്കുന്നത്. ഇവനും അവളും കൂടെ അങ്ങ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അതിന്റെ അർത്ഥം. അവൻ തന്നെയാണ് സൂചിപ്പിക്കാൻ അതെ കുരിശൊക്കെ പിടിപ്പിച്ചേക്കുന്നത്. നീ മറക്കൊന്നും വേണ്ട. ഈ കുരിശിനെയാണല്ലോ ദൈവമേ ഈ കഴുത്തിൽ അണിയുന്നത് അവനെ തന്നെയാണ്. അവൻ തന്നെയാണ് ആ ബന്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി അഭേദ്യമായ വിശ്വസ്തയിൽ ബന്ധിക്കും. പറയട്ടെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഈ കുരിശ് എന്താ ചെയ്യുന്നത്? കുരിശ് ഈശോയുടെ കുരിശുമരണത്തെ ഓർപ്പിക്കുന്നതാണ്. നമ്മൾ വിശുദ്ധീകരിക്കുന്ന കുരിശുമരണത്തെ അനുസ്മരിക്കുന്നു, ക്ലേശങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് സഹിക്കാനുള്ള ശക്തി ആ താലി നിങ്ങൾക്ക് തരും. അതിനുവേണ്ടിയാണ് ആ താലി ആശീർവദിക്കുന്നത്. അതുകൊണ്ട് ആ താലി ധരിച്ച് നടക്കണം. താലി ധരിച്ച് നടക്കണം. താലിയൊക്കെ ഊരി വെച്ച് നടക്കണ്ടെങ്കിൽ ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് താലിയൊക്കെ ധരിച്ച് തന്നെ നടക്കണം. ഇനി ഈ താലി ഇത് കഴിഞ്ഞ് എന്താ ചെയ്യണ്ടേ? ആള് മരിച്ചു, നമ്മുടെ അമ്മയൊക്കെ മരിക്കുമ്പം താലി എന്ത് ചെയ്യണം? പള്ളി കൊടുക്കണം. അത് പള്ളി കൊണ്ട് നേർച്ചപ്പെട്ടിയിലിടണം. എന്തിനു വേണ്ടിയാണെന്ന് അറിയാവോ? അതെന്തിനാ ഉപയോഗിക്കുക? ആ താലി ദേവാലയ തിരുവസ്തുക്കൾക്ക് സ്വർണം പൂശാനോ അല്ലെ അത് മേടിക്കാനോ ഒക്കെ ആയിട്ട്, സ്വർണം പൂശാനോ പൊതുവിൽ ഉപയോഗിക്കുക, അതിനുവേണ്ടി ഉപയോഗിക്കും. അത് അല്ലാണ്ട് അത് വിറ്റ് പുട്ടടിച്ചേക്കരുത്. അത് അമ്മയുടെ അവകാശമാണ്, അപ്പന്റെ അമ്മയുടെ അവകാശമാണ്. എന്താണത്? അവരെ ബന്ധിപ്പിച്ച ആ താലി, അവരുടെ ബന്ധത്തിന്റെ സജീവ സ്മരണ എന്നും ആ ബലിവേദിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ്. നിങ്ങൾ ആ നിഷേധിച്ചേക്കരുത്. നിങ്ങളോ പ്രാർത്ഥിക്കാൻ മറക്കും അവർക്ക് വേണ്ടി. നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെരലോട്ട് തിരിഞ്ഞു പോലും കയറില്ലെന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ മറക്കും. എന്നാൽ അവരനുസ്മരിക്കപ്പെടേണ്ട ഏക സ്ഥലം അത് അൾത്താരയാണ്. ഈ വിശുദ്ധ അഗസ്തീനോസിന്റെ അമ്മ മോനിക്ക തന്റെ മരണപത്രത്തിന്റെ സമയത്ത് അഗസ്തീനോസിനെ വിളിച്ചു പറഞ്ഞു, നീ എനിക്ക് വേണ്ടി വേറൊന്നും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മെത്രാനാണ് അന്ന് അദ്ദേഹം. നീ അർപ്പിക്കുന്ന വിശുദ്ധ ബലികളിൽ എന്നെ അനുസ്മരിക്കണമേ എന്ന് മാത്രമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് ഈ അമ്മ മരിക്കുന്നത്, മോനിക്ക പുണ്യവതി മരിക്കുന്നത്. അത് ഞാൻ എപ്പോഴും ഭയങ്കര ഇതായിട്ട് വായിക്കാറുള്ള ഒരു ഭാഗമാണ്. എനിക്കത് വായിച്ച് ഭയങ്കര ഒന്നാണ്. ആ അമ്മ പറയണ കാര്യം അതാണ്. അതുപോലെ നിങ്ങളുടെ അമ്മമാരിത് പറയുന്നുണ്ട്. നിങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ നിങ്ങൾ വിട്ടുപോയാലും അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ താലി, അതിന്റെ സാന്നിധ്യം ആ അൾത്താര ഉണ്ടാവും അല്ലെ? ആ താലിയുടെ സാന്നിധ്യം അൾത്താര ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ഛനോട് അച്ഛൻ തരാ കാശ് തരുമോ, ഞാൻ പൂശിപ്പിച്ചോണ്ട് തരാമെന്ന് നിങ്ങൾക്ക് തന്നെ വേണം പൂശിപ്പിച്ചോണ്ട് കൊടുക്കുക, സ്വർണ്ണം കൊടുത്തിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അല്ല, അച്ഛനെ പറ്റി അച്ഛനത് ചെയ്തോളൂ ഓരോ സമയത്തനുസരിച്ച്. അപ്പൊ നോക്കി കാസിയോ പിലാസിയോ അരളിക്കയോ അങ്ങനെ എന്ത് വേണേലും ഒക്കെ, അരളിക്കോ പൂശാൻ കുറെ സ്ഥലം വേണം എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥലത്ത് ഈശോയോട് കൂടെ ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും. അതെന്തൊരു വലിയ അനുഗ്രഹമാണെന്ന് ഓർത്ത് നോക്കി. അതിനു വേണ്ടിയാണത്. ഓക്കെ, അത് കഴിഞ്ഞ പിന്നെ ചോദിച്ചു ഈ താലി കൊണ്ടുപോയി കുരിശ് കൊണ്ടുപോയി പള്ളിയിൽ ഇടണമെന്ന് പറഞ്ഞല്ലോ. താലി അത് സ്ത്രീ മരിച്ചതിന്റെ ശേഷമാണോ? അതെ. അമ്മയുടെ കഴുത്തിൽ ആ താലി അമ്മ ഉപയോഗിക്കുമല്ലോ. അപ്പനാണ് ആദ്യം മരിക്കുന്നതെങ്കിലും അമ്മ താലി ധരിച്ച് തന്നെ നടക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഇനി ചെറുപ്പമൊക്കെ ആണെങ്കിൽ ആ പുതിയ വിവാഹത്തിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ പഴയ താലി ഉപയോഗിക്കില്ല, വേറെ വിവാഹം നടക്കും. അപ്പൊ ഒരാൾ മരിക്കുന്നവരെയാണ് ആ ബന്ധം. പക്ഷെ പ്രായമൊക്കെ ആയിരിക്കും, പിന്നെ അവർ മറ്റൊരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യതയില്ലെന്ന് നിങ്ങൾക്കറിയാം. ആ ആളുടെ സ്ഥിരമായ ഭാര്യ എപ്പോഴും അങ്ങനെ ആ അർത്ഥത്തിൽ തന്നെ അമ്മയ്ക്ക് അതൊരു വികാരമായിരിക്കും. അമ്മ ഒരിക്കലും ആ താലി അപ്പം മരിച്ചെടുത്ത് കളയത്തുമില്ല. അപ്പോ അമ്മയുടെ മരണശേഷമാണ് അത് എടുക്കാവുന്നത്. മാല നിങ്ങൾക്ക് എടുക്കാം, താലിയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. മനസ്സിലായോ? നഷ്ടപ്പെട്ടു പോയ കേസിലാണ് നമുക്ക് ചെയ്യാവുന്നത് മറ്റൊരു താലി മേടിച്ച് വിവാഹ വ്രതവാഗ്ദാനം നവീകരണം നടത്തി അച്ഛനെ കൊണ്ട് ആശീർവദിപ്പിക്കാന്നാണ്. ഇന്നലെ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. സോറി, ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം താലി വെഞ്ചരിക്കും, അവരുടെ വിവാഹ വ്രതവാഗ്ദാന നവീകരണം നടത്തും. എന്നിട്ട് ഓക്കെ, ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വേറെ മാർഗമില്ലോടാ, അത് പോയില്ലേ. അല്ല, ഞാനതല്ല പറയുന്നത്. ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ ഭാര്യയും ഭർത്താവും ചെന്നിട്ട് ഇതുപോലെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയി, അവര് താലി മേടിച്ചോണ്ട് ചെന്നിട്ട് ആശീർവദിച്ച് ഞങ്ങളുടെ വിവാഹ വാഗ്ദാനം ഒന്ന് നവീകരിച്ച് തരാൻ പറഞ്ഞാൽ മതി. എന്നാലും നമുക്കറിയാം ഇതൊരു അത് സൂചിപ്പിക്കുന്ന അർത്ഥമാണല്ലോ പ്രധാനപ്പെട്ടത്.
പിന്നെ നമുക്കറിയാം അന്ന് ഉപയോഗിച്ച് ഞാൻ എന്റെ പട്ടത്തിന് ഉപയോഗിച്ച ഉടുപ്പൊക്കെ കാസയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു കാസയല്ലേ എന്ന് ചോദിച്ചാൽ പോലും നമുക്ക് അതിനപ്പുറത്ത് അതിനൊരു ബന്ധം ഉണ്ടെന്നുള്ളതല്ലേ സത്യം. അതുകൊണ്ടാണ്. അടുത്തത് മോതിരം വെഞ്ചരിക്കലാണ്. മോതിരം വെഞ്ചരിക്കൽ അതിങ്ങനെയാണ്: കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. അപ്പൊ മോതിരം എന്തിന്റെ അടയാളമാണ്? വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അതിൽ മറ്റേയാളുടെ പേരെഴുതിയിരിക്കുന്നത്. എന്താ സൂചിപ്പിക്കുന്ന അറിയാമോ? മത്തായിയുടെ മോതിരത്തേല് മറിയാമ്മ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മറിയാമ്മയെ ഞാൻ ധരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മറിയാമ്മയെ ഞാൻ ധരിച്ചിരിക്കുന്നു. ഇതുപോലെ വേറെ ആരെങ്കിലും ഈ വസ്ത്രം ധരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മോതിരം ധരിച്ചായിട്ട് കണ്ടിട്ടുണ്ടോ? ആരാത്? മെത്രാന്മാർ. അവരുടെ മോതിരം നമ്മൾ മെത്രാന്മാരെ കൈ ചുംബിക്കാറുണ്ടോ? കൊറോണയ്ക്ക് വേണ്ടായിരിക്കും. എന്നാ കൈ ചുംബിക്കേണ്ട ആവശ്യമില്ല. ചുംബിക്കേണ്ടത് മോതിരമാണ്. മോതിരമാണ് ചുംബിക്കേണ്ടത്. എന്താണ് ആ മോതിരം? ഈ ഭർത്താവിന്റെ കയ്യെ കിടന്ന മോതിരം ഭാര്യയാണെങ്കിൽ ഈ മെത്രാന്റെ മോതിരം മെത്രാൻ വരിച്ചിരിക്കുന്ന രൂപതയെ അനുസ്മരിക്കുന്ന അഥവാ രൂപതയാണത്. ഒന്ന് രൂപതയെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് മെത്രാന് നൽകപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക അധികാരത്തെ സൂചിപ്പിക്കുന്നു. ശ്ലൈഹിക അധികാരം, അപ്പസ്തോലിക അധികാരത്തെ സൂചിപ്പിക്കും. അപ്പൊ അതിനെ ചുംബിക്കുന്ന ഒരാൾ സഭയോടുള്ള സ്നേഹവും മെത്രാന്മാർക്ക് നൽകിയിരിക്കുന്ന അധികാരത്തോടുള്ള വിധേയത്വമാണ് പ്രകടിപ്പിക്കുന്നത്. അല്ലാണ്ട് ഒരാളുടെ കൈ പോയി മുത്തലല്ല. അത് കൈമുത്തല്ല, അമ്മയുടെ കൈമുത്ത, അത് കയ്യാ മുത്തുന്നത്. പക്ഷെ മെത്രാന്റെ മോതിരമാണ് ചുംബിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ മോതിരമാണ് വിവാഹമോതിരം. ഈ മോതിരം ധരിക്കുമ്പോൾ മറ്റേയാളെയാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആളുടെ പേരതിൽ എഴുതി വെക്കുന്നത്. മോതിരമൊക്കെ ഉണ്ടാക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം. മറ്റേയാളുടെ പേര് എഴുതി വെച്ചിരിക്കും. ഇനി ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വസ്തതയുടെ അടയാളമാണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമുള്ളൊരു കാര്യം പറയാം. അതായത് നോക്കിയേ, ഇവൻ അല്ലെങ്കിൽ ഇവൾ മറ്റൊരു മനുഷ്യനെ, ഇവൾ വേറൊരു പെണ്ണിനെ സ്പർശിക്കാനായിട്ട് അങ്ങ് ചെല്ലുമ്പോൾ, അവളെ തൊടുമ്പോൾ അവന്റെ കയ്യിൽ അവന്റെ ഭാര്യയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതൊരു ഷോക്കിംഗ് റിയലൈസേഷൻ ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് മോതിരമൊക്കെ ഊരിയിട്ടിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയിച്ചാലും ഞാൻ തെറ്റൊന്നും പറയത്തില്ല. എങ്ങാനും ഒന്ന് ഊരിയെന്ന് വിചാരിച്ചിട്ട് അമ്പടാ എന്ന് പറയാനും നിൽക്കണ്ട. പക്ഷെ ഇതൊരു വിശ്വസ്തതയുടെ അടയാളമാണ്. വിശ്വസ്തതയുടെ അടയാളമായി നിങ്ങളെ ധരിപ്പിച്ചേക്കുന്നതാണ്. നിങ്ങളെ ധരിക്കാൻ കടപ്പെട്ടവരാണ്. അടുത്തത് മന്ത്രകോടി വെഞ്ചരിപ്പാണ്. ആ പ്രാർത്ഥന നോക്കാം. ഹലോ, 58-ാമത്തെ പേജ്. അതിനകത്ത് എന്റെ അറിയാതെ കുറച്ച് വരകൾ വന്നു വീണു കേട്ടോ, സോറി. ഞാൻ അതിനകത്ത് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോഴാണ് മാറിപ്പോയത്. ഓക്കെ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ, നോക്കണം, നമ്മൾ പറഞ്ഞ് കൃപാവരം, പ്രസാദവരം, അതിന്റെ നശിക്കാത്ത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ. അതെപ്പോഴാണ് നടക്കുന്നത്? അത് മരണത്തിലാണ് നടക്കുന്നത്. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രം കൊണ്ട്, നാശമില്ലാത്ത വസ്ത്രം കൊണ്ട്, നിത്യജീവൻ കൊണ്ട് മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. ഇനി അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും അതിനെ സൂചിപ്പിക്കുന്നതാണ്. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹത്തെ സൂചിപ്പിക്കുന്നതാണ് മന്ത്രകോടി. ഇനി അതുവഴി നിന്നെ ധരിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. നോക്കണം, മന്ത്രകോടി സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിനെ ധരിക്കലാണ്. ഇത് മറ്റു ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കാണും. മാമോദിസയ്ക്ക് വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു. എന്താ സൂചിപ്പിക്കുന്നത്? ക്രിസ്തുവിനെ ധരിക്കലാണ്. പട്ടത്തിന് അച്ഛനാകുന്ന ഒരാൾക്ക് വൈദിക വസ്ത്രം കൊടുത്തുകൊണ്ട് കാർമികൻ, മെത്രാൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന, അരുൾ ചെയ്യുന്നത്: നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവിൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഉടുപ്പ് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അച്ഛന്മാർക്ക് കൊടുക്കുന്നത്. എന്നതുപോലെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്ക് ഈ വസ്ത്രം തരുമ്പോൾ കർത്താവ് പറയുന്ന ഇതാണ്: നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുവിൻ എന്നാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും, അയ്യോ അങ്ങനെയാണെങ്കിൽ അതെന്താ ഭാര്യയ്ക്ക് മാത്രം ഉള്ളത് എന്ന് വിചാരിക്കണ്ട. കാരണം എന്താണ്? ആ പ്രാർത്ഥന ശ്രദ്ധിച്ചേ. ഇതുവഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ എന്നാണ്. മന്ത്രകോടി ദമ്പതിമാരുടേതാണ്, നിങ്ങളുടെ രണ്ടുപേരുടേതുമാണ്. എന്തിയടി നിന്റെ മന്ത്രകോടി എന്ന് ചോദിക്കരുത്. എന്തിയടി നമ്മുടെ മന്ത്രകോടി എന്ന് വേണം ചോദിക്കാൻ.
അത് കഴുത്തിൽ ഇട്ട് നിൽക്കുന്നത് അവളാണെങ്കിൽ പോലും അത് ധരിക്കുന്നതും രണ്ടും കൂടി ചേർന്ന പുതിയ വ്യക്തിക്കുള്ളതാണ്. മനസ്സിലായോ? തന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ, വീണ്ടും സഭയെക്കുറിച്ച് ഓർക്കുന്നു, മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ. കണ്ടോ, കർത്താവ് സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ തങ്ങളുടെ ബന്ധത്തിന്റെ വസ്ത്രം, ക്രിസ്തുവിനെ ധരിക്കുന്ന വസ്ത്രം ധരിപ്പിക്കുകയാണ്. എന്നിട്ടോ ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞ ഒരു ചെറിയൊരു മരിച്ചിടക്ക് പോലെ അങ്ങനെയാ അത് പോകുന്നത്. ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണം. ആമേൻ. അത് കഴിയുമ്പം പിന്നെ താലികെട്ടിലും മോതിരിടിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇറക്കണം. അപ്പൊ നമ്മള് 2 പാട്ടുണ്ട്. ഈ 2 പാട്ടിൽ ഏത് പാട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പാടാം, നിങ്ങളുടെ ചോയ്സാണ്. ആദ്യത്തെ പാട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പഴയ തലമുറയ്ക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന പാട്ടാണ്. രണ്ടാമത്തേത് പുതിയ പാട്ടാണ്. ആദ്യത്തെന്താണ്? പുതിയ കുടുംബത്തിൻ കതിരുകൾ തിരുസഭ വിജയം തൊടുകുറി അണിയുന്നു. ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പഴയ തലമുറയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്നാൽ മറ്റേത് കുറച്ചുകൂടി അർത്ഥപൂർണമായ പാട്ടാണ്. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോട് ചേർക്കാൻ കല്യാണ രൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. അല്ലെ? ഏത് പാട്ട് വേണം നിങ്ങൾക്ക് പാടാം. അത് കഴിയുമ്പോൾ ആ സമയത്ത് എന്ത് നടക്കും? ആ സമയത്ത് താലികെട്ടും, മോതിരമാടും, മന്ത്രകോടി അണിയിക്കും, ജപമാല നിങ്ങൾക്ക് തരും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കും. അതിന്റെ കൂട്ടത്തിൽ ശരിക്കും നടക്കേണ്ട വേറെ 2 കാര്യങ്ങളൂടെ ഉണ്ട്. കിരീടം വാഴ്വ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കിരീടം വാഴ്വ് അത് സഭയുടെ അതിപുരാതന പാരമ്പര്യമാണ്. നിങ്ങളെ സഭയിൽ ഒരു പ്രധാനപ്പെട്ട പുതിയ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണത്. അപ്പൊ അത് അച്ഛൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ സന്നദ്ധമാണെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ചെയ്തു തരാം. പൂമാല ഇടിക്കൽ ഉണ്ട്. അപ്പോ ഇതൊക്കെ നമ്മുടെ അതിപുരാതന പാരമ്പര്യമാണ്. കിരീടം വാഴ്ത്ത് അവരെ കിരീടം അണിയിച്ചാണ് സഭ വാഴിക്കുന്നത്, വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെയുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ പ്രതിജ്ഞചൊല്ലലാണ്. പ്രതിജ്ഞചൊല്ലിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് എവിടെ കൈവച്ചാണ് പ്രതിജ്ഞ ചെല്ലേണ്ടത്? എവിടെ കൈവച്ച പ്രതിജ്ഞ ചെല്ലേണ്ടത്? ബൈബിളില് അല്ല. പ്രതിജ്ഞ ചെല്ലേണ്ടത് സുവിശേഷ ഗ്രന്ഥത്തിൽ കൈവച്ചാണ്. സുവിശേഷ ഗ്രന്ഥത്തിൽ കൈവച്ചാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചാണ് ചെല്ലേണ്ടത്. അപ്പം കപ്പിയാരോടൊന്ന് ഓർപ്പിച്ചൊക്കെ വെച്ചേണം. അച്ഛന്റെ സുവിശേഷ ഗ്രന്ഥം താഴ്ത്തുറന്ന് കൊണ്ടുവയ്ക്കാൻ പറയണം. കാരണം ക്രൈസ്തവന്റെ ജീവിത നിയമം സുവിശേഷമാണ്. പഴയ നിയമം വചനമാകുന്ന ഈശോയ്ക്കുള്ള ഒരുക്കത്തിന്റെ, രണ്ടിനും ഒരു പ്രാധാന്യം വചനം തന്നെയാണ്. പക്ഷെ ഒരുക്കത്തിൻ്റെതാണെങ്കിൽ ഈശോ പുതിയ നിയമമാണ്. വചനം മാംസമായി അവതരിച്ച് ഈശോയെ കുറിച്ച് പഠിപ്പിക്കുന്നത് അത് പുതിയ നിയമമാണ്. ഈശോയാണ് പുതിയ നിയമം. അതുകൊണ്ട് ഈശോയെ തൊട്ടാണ് അത് ചെയ്യുന്നത്. മനസ്സിലായോ? കുർബാനയ്ക്ക് അച്ഛൻ സമ്പൂർണ്ണ ബൈബിളുമായിട്ടല്ല വരുന്നത്, സുവിശേഷവുമായിട്ടാണ് വരുന്നത്. ആ സുവിശേഷ ഗ്രന്ഥത്തിലാണ് വധൂവരന്മാർ കരം വെക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചെറിയ പള്ളികളിലൊക്കെ ചിലപ്പോൾ ഇത് കപ്പിയാരോ അത് ഓർക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ വേണം പറഞ്ഞു വെക്കാൻ. അതുപോലെ തന്നെയാണ് ഈ തിരി കത്തിക്കാൻ നേരത്തെ ചിലപ്പോഴേ കാണാറുള്ള കാര്യമാണ്. അച്ഛൻ കത്തിക്കാനായിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് നോക്കുമ്പം, ഞാനൊരു സ്ഥലത്ത് നോക്കുമ്പോണ്ടല്ലോ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്, തിരി മാത്രം ഇട്ടിട്ടില്ല, എന്ന് കത്തിക്കും. ആൾക്കാരിലേക്ക് നോക്കി ക്യാമറമാരൊക്കെ വന്നപ്പം അച്ഛൻ ഇങ്ങനെ അവിടെ പോയിട്ട് അച്ഛനും ചമ്മി ഇവരും തമ്മി ചിലപ്പം വേറെ സ്ഥലത്ത് കണ്ടാണ് ഇങ്ങനെ എല്ലാം റെഡിയുണ്ട്, എല്ലാ സാധനം വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് കത്തിക്കാൻ നോക്കുമ്പം തീപ്പെട്ടി മാത്രമില്ല. അച്ഛൻ തീപ്പെട്ടി. അപ്പൊ പിന്നെ കപ്പിയാര് ഇവിടെ ആരാ ബീഡി വലിക്കുന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് പുറകെ പോയിട്ട് അന്വേഷിച്ചിട്ട് വേണം തീപ്പെട്ടി മേടിച്ചിട്ട് വരാൻ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നിങ്ങൾക്ക് അവിടെ കപ്പിയാരൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചൊക്കെ ഒന്ന് വെക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് പറഞ്ഞു വന്ന ഇതാണ്. ഈ എന്ത് പറഞ്ഞപ്പോഴാണ് അത് പറഞ്ഞത്? ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ സുവിശേഷ ഗ്രന്ഥത്തിൽ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്ന ആര് കപ്പിയാരോടൊന്ന് അല്ലെ ശുശ്രൂഷ ആൾട്ടർ ബോയ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചേക്കുക. ഈ സമയമാകുമ്പോൾ അത് കൊണ്ടുവയ്ക്കാം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈകൾ ചേർത്ത് വെച്ചു, വലതുകരം ചേർത്ത് വെച്ചാണ് നിങ്ങൾ പ്രതിജ്ഞ ചെല്ലുന്നത്. കൈകൾ ഇങ്ങനെ മീതെ വെക്കേണ്ട ആവശ്യമില്ല. 2 പേരും ബൈബിളിലാകുന്നുണ്ട്. മനസ്സിലായോ? ചില ആൾക്കാർ ഇങ്ങനെ മീതെ വെക്കും, അതിന്റെ ആവശ്യമില്ല. 2 പേരും ബൈബിളിൽ തൊട്ടാൽ മതി. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചൊല്ലിത്തരും. അതിന്റെ കൂടുതൽ ചൊല്ലിക്കോ, ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ.
എന്നിട്ട് അപ്പൊ നോക്കാം, അത് ചെല്ലിക്കഴിയുമ്പോ ശരിക്കും ഇത് ചെല്ലുന്ന സമയത്ത് അച്ഛൻ നിങ്ങൾക്കാണ് മൈക്ക് തരേണ്ടത്. കാരണം നിങ്ങൾ ചെല്ലുന്നതാണ് ജനം കേൾക്കേണ്ടത്. അച്ഛൻ ചെല്ലുന്നത് നിങ്ങൾ മാത്രം കേട്ടാൽ മതി. ഞാൻ പോകുന്ന സ്ഥലത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളാണത് ചെല്ലേണ്ടത്, സമൂഹത്തിന് മുമ്പ് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടത്. അത് കഴിയുമ്പോൾ ശുശ്രൂഷ പറയും, നിങ്ങൾ തലകുറിച്ച് ആശീർവാദം സ്വീകരിക്കും. വലതുകാരം ദമ്പതിമാരുടെ ശിരസിന് മേൽ നീട്ടി അച്ഛൻ ആശീർവദിക്കും. ഇനി ശ്രദ്ധിക്കണം, ഈ സമാപന ആശീർവാദമാണ്. ഇനി സമാപന ആശീർവാദം, അതോട് വിവാഹം കഴിയുകയാണ്. സമാപന ആശീർവാദത്തിൽ നിങ്ങൾക്ക് വേണ്ടി 6 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അച്ഛൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു കൂദാശയാണ്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അച്ഛൻ പറയുമ്പോൾ പാപം മോചിക്കുമെങ്കിൽ, നിങ്ങൾ ഇതെന്റെ ശരീര രക്തവുമാണെന്ന് അച്ഛൻ പറയുമ്പോൾ അത് സംഭവിക്കുമെങ്കിൽ, സംശയിക്കേണ്ട, അച്ഛൻ ഈ കൂദാശയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹിക്കുന്നതും എല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. നോക്കിയോളൂ, എന്തിനൊക്കെ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് നോക്കിക്കോളൂ. ഒന്നാമത്തേത് 60ാമത്തെ പേജിൽ നോക്കിയോ, ആന്തരിക സൗന്ദര്യം കൊണ്ട് നിറയാൻ വേണ്ടി. ബാഹ്യ സൗന്ദര്യം അല്ല, ആന്തരിക സൗന്ദര്യം. എല്ലാവർക്കും അടുത്ത് പെരുമാറുമ്പം ഇഷ്ടം തോന്നുന്ന സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി. രണ്ട്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാൽ സമ്പന്നരാകാൻ വേണ്ടി. പരിശുദ്ധാത്മാ വരങ്ങളാൽ സമ്പന്നരാകാൻ വേണ്ടി. 3, തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമാകാൻ വേണ്ടി. 4, ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിങ്ങൾക്ക് തുണയാകാൻ, അതിന്റെ കൂടെ ചേർന്ന് പോകും. 4, മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി. നോക്കണം, വിവാഹത്തിൽ അതിന്റെ ആശീർവാദത്തിൽ നിങ്ങൾക്ക് ആരോഗ്യം പോലും ലഭിക്കും എന്ന കാര്യം മറക്കരുത്. ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി. അടുത്തത്, സാമ്പത്തികമായ ഭൗതികമായ സുസ്ഥിതി നിങ്ങൾ ചൊരിയട്ടെ. നോക്കണം, ശരിക്കും അനുഗ്രഹമൊക്കെ സ്വീകരിച്ചാൽ കടബാധ്യതകൾ പോലും നമ്മൾ വിട്ടുപോകും. വിവാഹം കഴിച്ച് കല്യാണം കഴിച്ച് കടക്കേറി ആരും ഉണ്ടാവില്ല, അറിയാവോ? അതാണ്. അടുത്തത്, ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ, 6ാമത്തെയാണ്, മക്കളെ സ്വീകരിക്കാനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കാനും. വന്ധ്യത പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ആശീർവാദം ശരിക്കും സ്വീകരിച്ചാൽ ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾ അത് വിട്ടുപോകും. നിങ്ങൾ വിശ്വസിക്കണം. അതൊരു കൂദാശയായതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് അറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യണം. എന്നിട്ട് അവിടുത്തെ ഈ സ്തുതിയും കറിഞ്ഞതേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആ ആശീർവാദം അവസാനിക്കും. അപ്പൊ സഹകാർമ്മിയുണ്ട്, ഒരു കാർമ്മികൻ അബ്രാഹത്തെ സാറയെ ഒക്കെ ആദിപിതാക്കന്മാരെ അനുസ്മരിച്ച് അവർക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, ദമ്പതിമാരുടെ മേലെ അങ്ങയുടെ കാരുണ്യത്തിന് പലങ്കരം നിട്ടണമേ, അങ്ങയുടെ സംരക്ഷണത്തിനാണ് ഇവരെ നിർത്തണമേ. അബ്രാഹത്തെ സാറായി അനുഗ്രഹിച്ച് ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് നന്ദി പറയും. ഇതാകുമ്പോൾ വിശുദ്ധമായ സുരക്ഷിതം പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ മറ്റൊരു കാർമ്മികനുണ്ടെങ്കിൽ ആ കാർമ്മികൻ മറ്റൊരു കുടുംബത്തെ, ആദ്യത്തെ കുടുംബം ആരാണ്? ആദം ഹവ്വയാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട 2ാമത്തെ കുടുംബം ഏതാണ്? തിരുക്കുടുംബമാണ്. ആ കുടുംബത്തെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കും. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യൗസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കട്ടെ. എന്നിട്ട് മറ്റൊരു കുടുംബം, മരിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന കുടുംബമില്ലേ, വിശുദ്ധരുടെ കൂട്ടായ്മ, അതിനോർത്ത് പ്രാർത്ഥിക്കും. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ, സകലത്തിനെയും നാഥ എന്നേക്കും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കും, ആശീർവദിക്കും. അപ്പൊ അത് കഴിയുമ്പോൾ പിന്നെ സമാപന ആശീർവാദമാണ്. സമാപനാശീർവാദം എപ്പോഴാണ്? പിന്നെ കുർബാനയാണ്. കുർബാന കഴിഞ്ഞിട്ട് കുർബാനയുടെ ആശീർവാദം വിവാഹത്തിന്റെ സമാപനാശീർവാദമാണ് നൽകുന്നത്. അതിങ്ങനെയാണ്. അതിനകത്തും ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ആശീർവദിക്കുന്നതെന്ന് അറിയണം. ഒരു 5-6 കാര്യങ്ങളുണ്ട്. 1, അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടാവട്ടെ. ദൈവത്തെ സ്തുതി നടത്തുന്നു. വിവാഹം എന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധവും പ്രീതികരവുമായ, ആരുടെയോ ഓണായിരിക്കുന്നല്ലോ, മ്യൂട്ട് ചെയ്യാതിരിക്കുന്നു. ഓക്കെ. വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാകട്ടെ. നോക്കണം, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയാകാൻ, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും പ്രീതികരവുമായ, ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയാകാൻ. ഇതൊരു ബലിയാണ്, ബലിയർപ്പണമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് മണവറ ബലിവേദിയാണെന്നൊക്കെ പറയുക. നീ ബലിയായി അർപ്പിക്കുക. കർത്താവ് കുരിശിൽ തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത് ബലിയായി അർപ്പിച്ചതുപോലെ ഇനി ഭാര്യയില്ല, ഭർത്താവില്ല, രണ്ടും കൂടി ഒരു വ്യക്തിയേ ഉള്ളൂ. അങ്ങനെ 2 പേരും നടത്തുന്ന ആത്മസമർപ്പണമാണത്. ശക്തരാക്കട്ടെ.
അടുത്തത്, സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആശീർവദിക്കുന്നു. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവാൻ, പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് ഫലമണിയിക്കുകയും ചെയ്യട്ടെ. അതിനുവേണ്ടി പോലും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും ഫലമണിയാൻ. അടുത്തത്, ആവശ്യ നേരത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നോക്കണം, എന്തോരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സഭ പ്രാർത്ഥിക്കുന്നത് നോക്കുക. അടുത്തത്, ഈ മരിച്ചിടക്കിന്റെ ഒക്കെ അവസാനം പോലെ സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ നിങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ. ദമ്പതിമാരായ നിങ്ങളെയും തിരുനാൾ പങ്കിടുന്ന ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്ന് പറഞ്ഞ് അച്ഛൻ ആശീർവദിക്കുന്നതോടുകൂടെ ഈ തിരുക്കർമ്മം പൂർത്തിയാകും. ഒരു കല്യാണം അങ്ങ് നടന്നു കഴിഞ്ഞ പോലെ ഇല്ലേ, ചെറുതായിട്ട്. ഞാന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഇത് ഇത്രയും പറഞ്ഞത് നിങ്ങൾ ഈ തിരുക്കർമ്മങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയോടെ വേണം വിവാഹത്തിലേക്ക് പോകാൻ എന്ന് പറയാനായിട്ടാണ്. നിങ്ങൾ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നവരോടൊക്കെ നേരത്തെ ഇത് കൂടി ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് പോകാൻ പറയണം, വേണ്ടേ? അങ്ങനെ പഠിപ്പിക്കണം, അങ്ങനെ അറിഞ്ഞിരിക്കണം. എന്നാലും നിങ്ങൾക്ക് വിവാഹത്തിന്റെ സമയത്ത് അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്തോരം കാര്യങ്ങളായിരുന്നു. ഞാൻ ചിലതേ പറഞ്ഞോളൂ നിങ്ങളോട്, അല്ലെ? എന്നിട്ട് പോലും 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തടത്തോളം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അത്രയും വലിയൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു. ഇനിയും ഒത്തിരി ഉണ്ട് പറയാനാണെങ്കിൽ എനിക്കിത് 4-5 ദിവസം ഞാനിവിടെ ഒന്ന് പറയും. അത്രയ്ക്കുണ്ട് സഭ നിങ്ങൾക്ക് തരുന്ന ഈ വലിയ ദാനം. അപ്പൊ അതിന്റെ വില അറിയാതെ പോയാൽ നമ്മൾ ഈ കസ്തൂരിമാന്റെ കാര്യം പറഞ്ഞാൽ അത് കസ്തൂരിയെ ചുമക്കണമെന്ന് മാനറിയാൻ പാടില്ല എന്നതുപോലെ ഇരിക്കും. നമ്മൾ എന്താ സ്വീകരിച്ചത്, എന്താണ് ഞാൻ വഹിക്കുന്നതെന്ന് നമ്മൾ മാത്രം അറിയാതിരിക്കും. അതറിയാത്തോണ്ടാണ് പലരും ജീവിതത്തിൽ പലതരത്തിലുള്ള പോരായ്മകളൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ സ്തുതി. ആമേൻ. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു.